അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗണ്ട് ബോക്സ് നിങ്ങൾ അടുത്തായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയിരിക്കുമെന്നും പറയണില്ല. പുറത്തുള്ളവരോടും ഒരുക്കിയ സദസ്സിലേക്ക് കയറിയിരിക്കുകയെന്ന് ഞാനും പറയില്ല. കാരണം സ്വർഗത്തിൽ എല്ലാവർക്കും കടക്കാൻ പറ്റൂല. തൗഫീഖും ഭാഗ്യമുള്ള ആളുകളെ സ്വർഗത്തിൽ ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റിയ ഒന്നല്ലല്ലോ സ്വർഗം എന്ന് പറയുന്നത്. അതിന് പ്രത്യേക തൗഫീഖ് വേണം. പിന്നെ ഉറൂസിനായിട്ട് വരുമ്പോൾ നോട്ടീസിലും പോസ്റ്ററിലൊക്കെ നമുക്കറിയാം, വയലുണ്ടാകാറുണ്ട്, പ്രഭാഷകന്മാർ വരാറുണ്ട്, പ്രാർത്ഥനയ്ക്ക് സയ്യിദന്മാരെ നേതൃത്വം നൽകാൻ വേണ്ടിയിട്ടൊക്കെ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു ആത്മീയതയാണ്. നമ്മൾ ഇത്തരം ഉറൂസുകൾ കൊണ്ട് ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ആത്മീയത ആഗ്രഹിക്കുന്ന, ദീനിനെ പഠിക്കാനും മനസ്സിലാക്കാനും, പ്രത്യേകിച്ച് ഇന്നത്തെ വിഷയം പ്രാർത്ഥനയാണല്ലോ. അപ്പം അതിൽ എന്തെങ്കിലും ഉപകാരപ്രദമായ എന്തെങ്കിലും ദുആ കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടെയൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് യഥേഷ്ടം നല്ല സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ നിന്ന് കേൾക്കാതെ താല്പര്യപ്പെടുന്നവർക്ക് ഇൻഷാ അല്ലാഹ് വന്നിരിക്കാൻ നല്ല സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഉപയോഗപ്പെടുത്താം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم. حسبنا الله ونعم الوكيل. حسبنا الله ونعم الوكيل. حسبنا الله ونعم الوكيل. ولا حول ولا قوة إلا بالله العلي العظيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فأوصيكم عباد الله وإياي بتقوى الله.
أعوذ بالله السميع العليم من الشيطان الرجيم قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين صدق الله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب المؤمنين والمؤمنات يا رب العالمين. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ മഹത്തായ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മഹല്ലിലെ ആദരണീയനായ ഖത്തീബ് ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കളെ, ഏണിയാടി ഉറൂസിന്റെ സംഘാടകർ, മഹനീയമായ ജമാഅത്തിന്റെ ഭാരവാഹികൾ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള മുതഅല്ലിം സുഹൃത്തുക്കൾ, അതുപോലെ മറ്റു സഹോദരങ്ങൾ, സഹോദരിമാർ, ലൈവിലൂടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ ഭാഗങ്ങളിലുള്ളവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പുണ്യ മഹത്തുക്കളുടെ ചാര ഒരുമിച്ചു കൂടിയ ഈ സദസ്സിനെ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഏതെല്ലാം ലക്ഷ്യവും ആഗ്രഹവും ഉദ്ദേശവും മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്, അത് ദുനിയാവിലെ ഖൈറുകളാകട്ടെ ആഖിറത്തിലെ ഖൈറുകളാകട്ടെ, അത് നേടാൻ അല്ലാഹു ഈ യാത്രയും സിയാറത്തും ഒരുമിച്ചുകൂടലും നിമിത്തമാക്കി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, ഭക്ഷണം തന്നവർ, ഇന്നെനിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഒരുക്കിയ കുടുംബക്കാരടക്കം ലോകത്തുള്ള എല്ലാ മുഅ്മിനാത്തുകളുടെയും പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരട്ടെ. ഇനിയുള്ള ജീവിതം അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ അനുസരിച്ച് തഖ്വയിലായി ഈമാനോടെ ഇഖ്ലാസോടെ ജീവിച്ച് ഈമാനോടെ വിട പറയാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിൽ നിന്നും വിദേശത്ത് പോയി അധ്വാനിക്കുന്ന, ജോലി ചെയ്യുന്ന, പ്രത്യേകിച്ച് ഈ മഹല്ലത്തിൽ നിന്ന് പള്ളിക്ക് വേണ്ടി മദ്രസക്ക് വേണ്ടിയിട്ടൊക്കെ സാധുക്കളായ ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ സഹായമെത്തിക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾ, അല്ലാഹു എല്ലാവരുടെയും ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ മുഴുവൻ ആളുകളുടെയും ഖബർ ജീവിതം അല്ലാഹു സ്വർഗത്തോപ്പാക്കി വിശാലമാക്കി അനുഗ്രഹിക്കട്ടെ. ഈ നാട്ടിലേക്ക് വരുമ്പോ എൻ്റെ പ്രിയപ്പെട്ട കുടുംബക്കാരടക്കം നാട്ടിലും പരിസര ഭാഗങ്ങളിലൊക്കെ ഉള്ളതാണ്. മൺമറഞ്ഞുപോയ പിതാവിൻ്റെ സഹോദര കുടുംബത്തിൽപ്പെട്ടവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഖബർ ജീവിതം സ്വർഗത്തോപ്പാക്കി വിശാലമാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെയേറെ
ആദരവോടെ ആത്മീയതയോടെ നടത്തപ്പെടുന്ന ഉറൂസ് മുബാറക്കിന്റെ 4-ാം ദിവസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പ്രാർത്ഥനയാണ് ആയുധം എന്നുള്ളതാണ് നമ്മുടെ സംസാര വിഷയം. ഏതായാലും ആയുധം കയ്യിലേന്തി നടക്കേണ്ടുന്ന കാലത്താണ് നമ്മൾ ഉള്ളത് എന്നുള്ളത് വിഷയത്തിൽ തന്നെ ബോധ്യമാകുന്നൊരു വിഷയമാണ്. ആ ആയുധം എന്താകണം എന്നുള്ളതാണ് നമുക്ക് ഇന്ന് തീരുമാനിക്കാനുള്ളത്. ഏത് ആയുധത്തെയാണ് നമ്മൾ സ്വായത്തമാക്കേണ്ടത്, ഏത് ആയുധത്തെയാണ് നാം സ്വീകരിക്കേണ്ടത്? ഇസ്ലാമികപരമായി ഒരു മുസ്ലിമിന്റെ കയ്യിലുണ്ടാകേണ്ടുന്ന പ്രധാനപ്പെട്ട ആയുധം ഏതാണ്? അതിന്റെ ചെറിയൊരു വശങ്ങളിലേക്ക് പ്രവേശിച്ച് ഇൻഷാ അല്ലാഹ് തങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ പ്രഭാഷണത്തിന്റെ വേദി ഒഴിഞ്ഞുകൊടുക്കും. അല്ലാഹു നല്ലത് മനസ്സിലാക്കാൻ, അത് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രാർത്ഥനയ്ക്ക് ഏറെ പ്രതിഫലവും പ്രാധാന്യവും ഉള്ള മാസത്തിലാണ് നമ്മൾ ഉള്ളത്. റജബ് വരെയുള്ള പ്രാർത്ഥനയുടെ പവർ പോലെയല്ല റജബിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. ആ മാസത്തിനും അതിന്റെ തൊട്ടുള്ള മാസങ്ങളിൽ വളരെയേറെ പ്രതിഫലവും പ്രാധാന്യവും ഉള്ളത് കൊണ്ട് തന്നെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിന് മുബാറക്കായി ബറക്കത്ത് ലഭ്യമാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. ശഅബാന് വന്നാലും അങ്ങനെ തന്നെയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. കാരണം അത് ഹദീസിൽ വന്ന ദുആ അങ്ങനെയാണ്. വളരെയേറെ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട്, ബറക്കത്ത് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ അതൊരു ചെറിയ വിഷയമായി കാണേണ്ടതല്ല. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള നിഅമത്തുകളിൽ അവൻ ബറക്കത്ത് നിക്ഷേപിച്ചിട്ടില്ല എങ്കിൽ അതുകൊണ്ട് ഒരു ഉപകാരവും പ്രയോജനവും നമുക്കുണ്ടാകൂല എന്നുള്ളത് ഉറപ്പാണ്. അത് കൃഷിയായാലും കച്ചവടമായാലും വീടായാലും വാഹനമായാലും അത് നമ്മുടെ ദൈനംദിനം ജീവിതത്തിന് ആവശ്യമായി വരുന്ന മറ്റുള്ള കാര്യങ്ങളായാലും എല്ലാറ്റിലും ബറക്കത്തുണ്ടാകണം. ആ ബറക്കത്തിന് വേണ്ടിയിട്ട് പരിശുദ്ധ റജബിലും ശഅബാനിലും ബറക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യുന്നുണ്ട് എങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഈമാൻ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായിട്ട് അല്ലാഹുവിനോട് ചോദിക്കേണ്ടുന്ന, പ്രാർത്ഥിക്കേണ്ടുന്നൊരു കാര്യമാണ് ആരോഗ്യം എന്നുള്ളത്. ആദ്യം അല്ലാഹുവിനോട് തേടേണ്ടത് ഈമാനിനെയാണ്. ഇന്നാ നസ്അലുക ഈമാനൻ കാമില, പരിപൂർണമായ ഈമാൻ. സാധാരണ രീതിയിലുള്ള ഈമാനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഭൗതികമായ ലോകത്തെ ജീവിതത്തിൽ എന്തിനെയെല്ലാം വിശ്വസിക്കണമെന്ന്, എന്തിനോടെല്ലാം വിശ്വാസം പുലർത്തണമെന്ന് അമ്പിയാക്കന്മാരിലൂടെ സലഫുസ്വാലിഹീങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ അതിനെല്ലാം പൂർണ്ണമായ നിലയിലുള്ള വിശ്വാസം. എവിടെയും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈമാനിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണല്ലോ അള്ളാഹുവിലുള്ള വിശ്വാസം പൂർണ്ണമാവുക എന്നുള്ളത്. പിന്നീട് വരുന്നുണ്ട് അവന്റെ മലക്കുകളിലുള്ള വിശ്വാസം, മുർസലീങ്ങളിലുള്ള വിശ്വാസം, കിതാബുകളിലുള്ള വിശ്വാസം, അന്ത്യനാളിലുള്ള വിശ്വാസം. എന്നാൽ ഇന്ന് വളർന്നു വരുന്ന തലമുറയിലുള്ള വിഭാഗം
ഈ 5 കാര്യങ്ങളെ മാറ്റിവെച്ചിട്ട് അവസാനത്തെ വൽ ഖദ്രി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല, നന്മയും തിന്മയുമായ കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഖദർ ഖളാ അനുസരിച്ചിട്ടാണ് എന്നുള്ളതിനെയാണ് മുന്തിച്ചുകൊണ്ട്, അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട്, അതിന് മുമ്പുള്ള വിശ്വാസം പൂർണ്ണമാക്കാതെ, അതിനു മുമ്പുള്ള വിശ്വാസത്തിൽ ഒരു സംശയവും ജനിപ്പിക്കാതെ, ഏറ്റവും അവസാനം പറഞ്ഞ കാര്യത്തെ മുന്നിലെടുത്തു വെച്ചിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ലോകത്താണ് നമ്മളുള്ളത്. അപ്പൊ അള്ളാഹുവിനോട് നമ്മൾ ആദ്യമായി തേടേണ്ടത് ഈമാനിനെയാണ്, പരിപൂർണമായ ഈമാനിനെയാണ്. അള്ളാഹു മരിക്കുന്നത് വരെ അത് നമുക്ക് നിലനിർത്തി തരട്ടെ. അതൊരു പക്ഷെ നിസ്കാരക്കാരായിരിക്കും, നോമ്പുകാരായിരിക്കും, ഖുർആൻ ഓതിയിട്ടുണ്ടാകും, ഹജ്ജ് ചെയ്തിട്ടുണ്ടാകും, ഉംറക്ക് പോയിട്ടുണ്ടാകും. പക്ഷെ അവസാനം വരെ ഈമാൻ നിലനിൽക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. ഈ അടുത്ത് സ്ഥലം ഞാൻ പറയുന്നില്ല, ഇവിടുന്ന് ഏകദേശം ഒരു 60-70 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഒരു ഹാജിയാര് സുബഹിക്കടക്കം പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കാറുള്ള ഒരു ഹാജിയാര്, അവസാനം അയാൾ ചെയ്തത് അയാളുടെ ക്വാർട്ടേഴ്സിൽ ചെന്ന് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. അവിടെ ആഖിബത്ത് അങ്ങനെയുണ്ടായത്. ക്വാർട്ടേഴ്സിൽ ചെന്ന് അയാളുടെ വാടകയ്ക്ക് കൊടുക്കാറുള്ള മുറിയിൽ ചെന്ന് ആത്മഹത്യ ചെയ്തു. കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് റമളാൻ മുഴുവനും കൃത്യമായും ഇബാദത്ത് കൊണ്ട് ധന്യരാവുകയും ജീവിതത്തെ ധന്യമാക്കുകയും അവസാനത്തെ 10-ൽ ഇഅ്തികാഫ് അടക്കം ഇരുന്ന് വളരെയേറെ ഇബാദത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്ത ഒരു വ്യക്തി, പെരുന്നാളിന്റെ തലേ ദിവസം അയാളുടെ തോട്ടത്തിൽ, റബ്ബർ തോട്ടത്തിൽ ചെന്ന് ആത്മഹത്യ ചെയ്യപ്പെട്ട രീതിയിലാണ് കണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോ നമ്മുടെ ആയുധമാകുന്ന പ്രാർത്ഥന എന്നുള്ളത് മരിക്കുന്നത് വരെ ഈമാൻ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. അതെന്നും നമ്മള് അള്ളാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കണം. അതെല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്ന് അറിഞ്ഞിട്ടില്ല, ഒരു സെക്കൻഡ് വെച്ചിട്ട്. അതുകൊണ്ടാണല്ലോ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യണേ, നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യണേ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹ്, സബ്ബിത് ഖൽബി അലാ ദീനിക, അല്ലാഹുവേ ദീനിന്റെ രീതിയിൽ പരിപൂർണമായും എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു തരണേ അല്ലാഹ്. ഇങ്ങനെ ദുആ ചെയ്യണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേരളക്കര കണ്ട, അല്ല ലോകം കണ്ട ഈ ഉമ്മത്തിന്റെ ആത്മീയ ആചാര്യൻ, സമാധാനത്തിന്റെ വെള്ളരിപ്രാവ്, ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടത്തെ മരണം വരെ അത്തഹിയ്യാത്തിൽ മസീഹി ദജ്ജാൽ എന്ന് കഴിഞ്ഞാൽ ഈ ദുആ നിർവഹിക്കാതെ സലാം വീട്ടാറില്ലായിരുന്നു. اللهم يا مقلب القلوب ثبت قلبي على دينك. കാരണം ലോകം അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാവിലെ വിശ്വാസിയായിരിക്കുന്ന ആള് വൈകുന്നേരമാകുമ്പോ അവിശ്വാസത്തിലേക്ക് നീങ്ങുന്ന കാലമാണ്. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, യുസ്ബിഹുർ റജുലു മുഅ്മിനാ വയുംസി കാഫിറാ. രാവിലെ ഒരാൾ മുസ്ലിമാണ് എങ്കിൽ വൈകുന്നേരമാകുമ്പോ അവിശ്വാസികളായി പോവുകയാണ്. അതേപോലെ തന്നെ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ.
ഇനി രാത്രിയിൽ വൈകുന്നേരത്തിൽ ഒരാൾ മുസ്ലിമാണ് എങ്കിൽ രാവിലെയാകുമ്പോ വിശ്വാസിയായി പോവുകയാണ്. മുഅ്മിനീങ്ങളെ, ഈ കാലം ഇതാ നമ്മുടെ മുന്നിൽ അതിനുള്ള അനുഭവങ്ങൾ മുഴുവനും തുറന്നു തരുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഓരോ വിശ്വാസിയും അവന്റെ ജീവിതത്തിൽ ഈമാൻ നിലനിൽക്കാൻ വേണ്ടിയിട്ട്, ദീനിൽ സുസ്ഥിരത ലഭിക്കാൻ വേണ്ടിയിട്ട്, സ്ഥിരത ലഭിക്കാൻ വേണ്ടിയിട്ട്, വിശ്വാസം പൂർണ്ണമാകാൻ വേണ്ടിയിട്ട്, ഹൃദയത്തിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണേ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹു മരിക്കുന്നത് വരെ ദീനിൽ അടിയുറച്ച രീതിയിൽ ഉറപ്പിച്ച് വിശ്വസിക്കുവാനും അതിന്റെ കർമ്മവിധിയിൽ മുന്നോട്ട് പോകുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത്തത് ഏതാണ്? ദുആ ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹുവിന്റെ റസൂൽ ഈ ഉമ്മത്തിനോട് പഠിപ്പിച്ചിട്ടുള്ളത് സലുല്ലാഹൽ ആഫിയ. നിങ്ങൾ ആഫിയത്തിനെ തേടണേ, ആരോഗ്യത്തിനെ തേടണേ. ആരംഭ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശാരീരിക മേഖലകളിൽ അല്ലാഹുവിന് ആരാധനകൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട്, പരിപൂർണമായ ആരോഗ്യ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങളെന്നും അല്ലാഹുവിനോട് ആരോഗ്യത്തിനെ തേടണേ. ഇവിടെയാണ് ഞാൻ നിങ്ങൾക്കൊരു പ്രാർത്ഥന, മനോഹരമായ പ്രാർത്ഥന പഠിപ്പിച്ചു തരുന്നത്. ഇന്ന് എവിടെയും രോഗപ്രശ്നങ്ങളാണല്ലോ. ഇന്ന് പോലും ഭക്ഷണം കഴിച്ച വീട്ടിൽ നിന്നൊരു സഹോദരൻ 12 വയസ്സുള്ള തന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട്, കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞു, അല്ലാഹുവേ, 100 കണക്കിന് വിശ്വാസികൾ ഒരുമിച്ച് കൂടിയ സദസ്സാണ്, പിഞ്ചു പൈതലുകളാണ്, മാരകമായ രോഗത്തിന്റെ പിടിയിലാണ്. ഇതുപോലെ ഇന്നലകളിലുള്ള പല പല വേദികളിൽ 2 വയസ്സും 3 വയസ്സും 6 വയസ്സും 8 വയസ്സും 11 വയസ്സും 13 വയസ്സുള്ള കുഞ്ഞുമക്കള് മാരകമായ രോഗം കൊണ്ട് ജീവിതത്തിൽ പിതാവ് അധ്വാനിച്ചുണ്ടാക്കി വെച്ചിട്ടുള്ള സമ്പാദ്യം മുഴുവനും വിറ്റാൽ പോലും ആ കിട്ടിയ പണം കൊണ്ട് ചികിത്സിച്ച് തീർക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മാരകമായ രോഗങ്ങളാൽ പരീക്ഷണം നേരിടുമ്പോ ഈ മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് പരിപൂർണ ശിഫാ മക്കൾക്ക് നീ നൽകണേ അല്ലാഹ്. ലോകത്തിന്റെ ഏതെല്ലാം വീടുകളിൽ മുസ്ലിമീങ്ങളായ മക്കള് രോഗികളായിട്ടുണ്ടോ, അല്ലാഹുവേ നീ പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. ഇന്നലകളിലുള്ള ജീവിതം പോലെയല്ല മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകൾ അല്ലാഹുവിനെ പരിപൂർണമായും ഉൾക്കൊണ്ട് ജീവിതം അവന് വേണ്ടിയിട്ട് സമർപ്പിച്ച ഈമാനോടെ, ഇഖ്ലാസോടെ, തഖ്വയോടെ ജീവിക്കേണ്ടതിന് പകരം ഭൗതികതയുടെ പിന്നാലെ സുഖലോലുപതയിൽ അല്ലാഹുവിന്റെ ദീനിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ചുറ്റുപാടിലേക്ക് വന്നപ്പോ, മുഅ്മിനീങ്ങളെ, ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഉറൂസിന്റെ വേദിയിലേക്ക് നിങ്ങളെ നാട്ടുകാർ ക്ഷണിച്ചിട്ടുണ്ട്. അതിനുള്ള പോസ്റ്ററുകളും മെസ്സേജുകളും നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഉറൂസുണ്ട്, ഇവിടെ വയല് നടക്കുന്നുണ്ട്, ആത്മീയ മജ്ലിസുകളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. എന്നാൽ ഈ ഇരിക്കുന്ന നിങ്ങളെക്കാളേറെ ആളുകൾ ഇന്ന് ചന്തയിലുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ആത്മീയതയെ ലക്ഷ്യം വെക്കേണ്ടതിന് പകരം ആത്മാവിന്റെ സുഖത്തിന് വേണ്ടിയിട്ട് ദുനിയാവിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഉറൂസിന് വരുന്നവരാണ് നമ്മളിൽ അധിക പേരും. അവിടെ പോയാൽ ഒരു 500 രൂപയുടെ ചന്തയിൽ കയറിയിട്ട് പൊടി പൊടിക്കാം, 1000 രൂപ നമുക്ക് ചന്തയിൽ കയറിയിട്ട് പൊടി പൊടിക്കാം. അവിടത്തെ വയലാറ് കേൾക്കാനാണ്, പ്രഭാഷണന്മാർക്ക് വേണ്ടിയാണ്. അതൊക്കെ ഇന്ന് യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഒന്ന് യൂട്യൂബ് ഒന്ന് തുറന്നാൽ, അല്ലെങ്കിൽ ലൈവിൽ നമുക്ക് വേണ്ടതുപോലെ കേൾക്കാമല്ലോ. എന്തിനാ അവിടെ
അവിടെ പോയിരിക്കുന്നത്. 1000 എന്ത് പവറാ ഉള്ളത് കേൾക്കണോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? പുറത്തു നിന്നുകൊണ്ട് ദീനിനെ പഠിക്കുന്നതിനേക്കാളേറെ ഈമാനുള്ളൊരു വിശ്വാസി ചെയ്യേണ്ടത് എന്താണെന്നറിയണോ? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത് റസൂലുള്ളാഹി തങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് പഠിച്ചിട്ടാണ്. ഇബ്നു മസ്ഊദ് തങ്ങളുടെ അടുത്ത് നിന്ന് പഠിച്ചിട്ടാണ് സ്വഹാബത്ത് ലോകത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് തങ്ങളോട് ചേർന്ന് നിന്നിട്ടാണ് അവിടുത്തെ സ്വഹാബത്ത് ലോകത്തിന് ദീനെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആത്മീയ മജ്‌ലിസുകളിൽ വന്നിരിക്കേണ്ടവരാണ്. മാത്രമല്ല, ഒരു മുഅ്മിൻ മരിക്കുന്നതിന് മുമ്പ് ഏത് നന്മയാണ് നബിയെ ചെയ്യേണ്ടത് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ, കേൾക്കണം എന്റെ പ്രിയപ്പെട്ടവര്, ഈ ഉറൂസിന് വേണ്ടിയിട്ട് ഏണിയാടിയിൽ വന്നിട്ട് പരിസര ഭാഗങ്ങളിൽ ചന്തകളിൽ ഇരുന്നു കൊണ്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ട പെമ്പിള്ളേരെ വായി നോക്കാൻ വേണ്ടിയിട്ടാണുള്ള ഉദ്ദേശത്തോടുകൂടെ ബൈക്കിന്റെ മുകളിലും കാറിനകത്തും ഗ്ലാസ് താത്തിയിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ട് എങ്കിൽ പൊന്നുമോനെ, ഉപ്പയുള്ളപ്പോ മക്കള് മരിച്ചു പോകുന്നത് നമ്മൾ കാണുന്നില്ലേ? ജ്യേഷ്ഠനുള്ളപ്പോ അനുജൻ മരിച്ചു പോകുന്നത് കാണുന്നില്ലേ? യാത്രയിൽ അറ്റാക്ക് വരുന്നത് നമ്മൾ അറിയുന്നില്ലേ? നിൽക്കുമ്പോ തല കറങ്ങി വീണ് മരിച്ചു പോകുന്നത് നമ്മൾ അറിയുന്നില്ലേ? ഏത് സമയത്തായാലും അല്ലാഹുവാണ് നിനക്ക് ആരോഗ്യവും ആയുസ്സും ജീവിതവും തന്നിട്ടുള്ളത് എങ്കിൽ അത് ഏത് സമയത്തും തിരിച്ചെടുക്കാൻ അല്ലാഹു കഴിവുള്ളവനാണ്. ആ റബ്ബിനെ ഓർത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ മരിക്കുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റിയ ഒരു നന്മയെ പറ്റിയിട്ട് ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് നിസ്കാരത്തെയല്ല, അത് മറ്റുള്ള കാര്യങ്ങളെയല്ല, ദീനെ പഠിക്കാൻ വേണ്ടിയിട്ട്, ദീനിനെ അറിയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മജ്‌ലിസിൽ, ഇൽമിന്റെ സദസ്സില്, ഏതെങ്കിലും അറിവിന്റെ വേദിയിൽ ഒരല്പനേരം പോയിരിക്കാൻ നിനക്ക് സമയം കിട്ടുവാണ് എങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ ചെയ്യുന്ന നന്മകളില് ഏറ്റവും നല്ലതായ, ഏറ്റവും ഖൈറായത് ഇൽമിന്റെ മജ്‌ലിസിൽ പോയിരിക്കലാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് വരുന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാ നിലക്കുള്ള പരീക്ഷണങ്ങളിലൂടെയാണ് ഈ ഉമ്മത്ത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ അല്ലാഹുവിന്റെ റസൂൽ മനോഹരമായ ഒരു ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ വ അബ്സാരിനാ വ ഖുലൂബിനാ വ അസ്വാജിനാ വ ذرياتنا وتب علينا إنك أنت التواب الرحيم. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിനോട്, സമുദായത്തിനോട് പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ. അല്ലാഹുവേ, ഞങ്ങളുടെ കേൾവിയിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കേൾവിയിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എന്തിനാ കേൾവിയിലുള്ള ബറക്കത്ത്? ഒന്ന്, ഉള്ള കേൾവി മരിക്കുന്നത് വരെ നിലനിൽക്കാൻ. രണ്ടാമത്തത്, ആ കേൾവി കൊണ്ട് നല്ലത് കേൾക്കാൻ. കേൾവി നിലനിൽക്കാനും ആ നിലനിൽക്കുന്ന കേൾവി കൊണ്ട് നല്ലത് കേൾക്കുവാനും. എല്ലാവർക്കും അതിനുള്ള ഭാഗ്യവും തൗഫീഖും കിട്ടിക്കൊള്ളെന്ന് അറിഞ്ഞിട്ടില്ല. ഇവിടം വരെ വന്നു, വയല് കേൾക്കാൻ കഴിഞ്ഞോളെന്ന് പറഞ്ഞിട്ടില്ല. പള്ളിയിൽ ജുമുഅക്ക് പോയി, ജുമുഅക്ക് പോയാൽ പോലും അവിടെ നിന്ന് ഖുത്ബ കേൾക്കാൻ കഴിഞ്ഞോളെന്ന് പറഞ്ഞിട്ടില്ല. കാരണം എന്താ? പോയി ഇരുന്നിട്ട് ഉറങ്ങാൻ തുടങ്ങിയതാണ്. ഖുത്ബ തീരുന്ന നേരത്തെ എണീക്കുള്ളൂ, കേൾക്കാനുള്ള നേരമില്ല. ഇനി പള്ളിയിലെ ഉസ്താദ് പറയാണ്, നിങ്ങളെല്ലാരും കുറച്ചു നേരം ഇരിക്കണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞാൽ തന്നെ സാധാരണ രീതിയിൽ എണീച്ചു പോകാത്തവനും എണീച്ചു പോകാൻ തുടങ്ങി. കേൾക്കാൻ നേരമില്ല.
നാട്ടിലും കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കേൾക്കാൻ ആളില്ല. അല്ലാഹുവിനോടെന്നും ദുആ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ, ഞങ്ങളുടെ കേൾവിയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. എന്ന തിന്മയുടെ കാര്യങ്ങളാണെങ്കിലോ അത് കേൾക്കാൻ ഇഷ്ടം പോലെ ആളുണ്ട്. വാട്സപ്പ് തുടങ്ങിയത് മുതൽക്ക് എല്ലാ ഗ്രൂപ്പിലും നമ്മളുണ്ട്. ആ ഗ്രൂപ്പിൽ നമ്മൾ അങ്ങോട്ടൊന്നും പ്രതികരിക്കാറില്ല. പല പേരിലും അറിയപ്പെടുന്ന പല ഗ്രൂപ്പുകളുണ്ട്. എന്താ പരിപാടി? രാത്രിയാകുന്ന നേരത്തും ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഫിത്നയുമായി വന്നിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിനോടനുബന്ധമായി വരുന്ന ചർച്ചകൾ മുഴുവനും ഇരുന്ന് കേൾക്കന്നെ. ഇത് കേൾക്കാൻ വേണ്ടി മാത്രം ഗ്രൂപ്പിൽ നിൽക്കുകയാണ്. ഫിത്നകൾക്ക് വേണ്ടി മാത്രം വാട്സപ്പ് ഗ്രൂപ്പ് ഉപയോഗിക്കുകയാണ്. ഒരു പള്ളിയിലേക്ക് പോകുന്നത് തന്നെ അസൈനാറിനെ കണ്ട, മുഹമ്മദിനെ കണ്ട, ഒന്ന് പള്ളിയുടെ സ്റ്റെപ്പിൽ ഇരുന്നിട്ട് കുറച്ചേരം വർത്താനം പറയാൻ കിട്ടും. ഈ വർത്താനം പറയാൻ കിട്ടുന്നത് എന്തിനാണ്? നാട്ടാരെ പറ്റി, വീട്ടുകാരെ പറ്റി, കുടുംബക്കാരെ പറ്റി, അയൽവാസികളെ പറ്റി, ഇനി ഒന്നുമില്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദ്മാരെ പറ്റി. അതേ ഉസ്താദിന്റെ പെരടിയുടെ പിൻഭാഗത്ത് നിന്നിട്ട് നിസ്കരിച്ചിട്ട് ഉസ്താദ്, പടച്ചോനെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ മാ സലഫ മിൻ ദുനൂബിനാ, ചെയ്തുപോയ തെറ്റുകൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ എന്നൊക്കെ ദുആ ചെയ്തിട്ട് അതിനൊക്കെ ആമീൻ പറഞ്ഞു. തിരിഞ്ഞ് മെഹ്റാബിന്ന് തിരിഞ്ഞ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് സ്റ്റെപ്പിലേക്ക് എത്തുമ്പോ ആള് മാറി. അതേ ഉസ്താദിനെ പറ്റിയിട്ടാണ് ഫിത്ന പറയണത്. ഇത് കേൾക്കാൻ വേണ്ടി ചില ആൾക്കാർ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് തട്ടുകടയിൽ പോകാറുണ്ട് വൈകുന്നേരം. പൊരക്കത്തെ ചായ ഒന്നും പറ്റൂല. കാരണം പൊരക്ക് ഫിത്ന പറയാൻ ഓളെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ കുടുംബത്തിൽ ആരും കിട്ടുന്നില്ല. അപ്പൊ വൈകുന്നേരം ആകുമ്പോ മെല്ലെ തുണിയും കുപ്പായം ഇട്ടിട്ട് ഇങ്ങനെ തൊപ്പിയും വെച്ച്, അല്ലെങ്കിൽ ഒരു ടവലും എടുത്തിട്ട് ഇങ്ങനെ മടിക്കുത്തിയും കുത്തിയിട്ട് ഇങ്ങനെ ഒരു നടത്തം നടക്കാനുണ്ട്. ഔക്കറിന്റെ ചായക്കടയിൽ പോണം, എന്നിട്ടൊരു അരമണിക്കൂർ അവിടെ ഇരിക്കണം. മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നവരെ അവിടെ ഇരിക്കുക. ഒരു 2 കട്ടൻ ചായയും 1000 ഫിത്നയും അതിൻ്റെ കഴിച്ചു. അല്ലേ? ചിന്തിക്ക്. പല നാട്ടുകാരെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു, സംഘടനാ ബേസിലുള്ള ഓരോ ആളുകളെ പറ്റി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം പറയാൻ പച്ചക്കെ പറയാൻ വേണ്ടിയിട്ട് കുറെ പണ്ഡിതന്മാരെയും തങ്ങന്മാരെയും എല്ലാരും കിട്ടുന്നുണ്ടല്ലോ. വാട്സപ്പിൽ ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലോ. അതിനനുസരിച്ചിട്ടൊക്കെ തിന്നു, പരമാവധി തിന്ന് മുടിച്ചിട്ട് അവസാനം ഇങ്ങോട്ട് അതിന് പൈസ ഒന്നും കൊടുക്കണ്ട. ആകെ കട്ടൻ ചായന്റെ പൈസ മാത്രമേ കൊടുക്കണ്ടുള്ളൂ. ഫിത്നക്ക് എന്ത് പൈസ കൊടുക്കേണ്ടത്? അതിന് പൈസ കൊടുക്കാനൊന്നുമില്ലല്ലോ. അതൊന്ന് ഇരിക്കാനുള്ള ബെഞ്ച് ഇട്ടിയാൽ മതി, കസേര ഇട്ടിയാൽ മതി, സ്റ്റൂൾ ഇട്ടിയാൽ മതി. നമുക്ക് ഇരുന്ന് പറയാണ് കേട്ടോ. ഫിത്ന പറയുന്നവർ, ചെവി കൊണ്ടത് കേൾക്കുന്നവർ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഒരു യാത്ര ഉദ്ദേശിക്കുകയാണ്. ആ യാത്രയിൽ അവരുടെ കൂടെ സഹായിയായിട്ട് മറ്റൊരാളെയും കൂടെ കൂട്ടി. അങ്ങനെ 4 പേര് യാത്ര തുടരുകയാണ്. യാത്ര മധ്യേ ഇവരെ വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു. അല്പം വിശ്രമിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോകാമെന്നുള്ള രീതിയിലായി. വിശ്രമം കഴിഞ്ഞു. ഉറക്കിൽ നിന്നുണർന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും 2 പേരും ഭക്ഷണം റെഡിയായോ എന്ന് ചെന്ന് നോക്കുമ്പോ സഹായത്തിനായി കൂടെ കൂട്ടിയിട്ടുള്ള ആള് നല്ല ഉറക്കിലാണ്. അയാൾ എണീച്ചിട്ടില്ല. സഹായിക്കാൻ വേണ്ടി കൂടെ കൂട്ടിയ ആള് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. സുബൈക്കന്നെ എണീച്ചിട്ട് പള്ളിയിലേക്ക് വരുന്നത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പള്ളിയിലെ മുക്കർക്ക് എണീക്കുന്നുണ്ടോ എന്ന് അറിയാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. അയാൾ എത്ര മണിക്ക് എണീക്കുന്നത്, അയാൾക്ക് തഹജ്ജുദ് നിസ്കാരം ഉണ്ടോ, അയാൾ സുബൈൻ്റെ മുമ്പ് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടോ, ശേഷം നിസ്കരിക്കുന്നുണ്ടോ, ദുആക്കിരിക്കുന്നുണ്ടോ, എണീച്ചിട്ട് പോകുന്നുണ്ടോ? കൊടുത്ത ബാങ്കിന് ഇതുവരെ ഈ പഹയം പള്ളിയിലേക്ക് വന്നിട്ടുണ്ടാവില്ല. കൊടുക്കാത്ത ബാങ്കിന് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പള്ളിയിലേക്ക് വന്നിരുന്നത്. അങ്ങനെ ചില ആൾക്കാരുണ്ട്, കൊടുത്ത ബാങ്കിന് ഇതുവരെ പള്ളിയിലേക്ക് വന്നിട്ടില്ല, കൊടുക്കാത്ത ബാങ്കിന് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വന്നിട്ടുണ്ട്.
ചോദിച്ചിട്ടുണ്ട്, കമ്മിറ്റിക്കാരെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, എന്താ ഇന്ന് പള്ളിയിൽ വാങ്ങില്ലേ ഇല്ലേ ചോദിക്കുന്നത്. വിളിച്ചിട്ട് ചോദിക്കാം. എന്നിട്ട് കൊടുത്ത ബാങ്കിന് ഇവൻ വന്നോ? ഇല്ല. ഏറ്റവും വലിയ ബറക്കത്ത് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ബാങ്ക് കേട്ട ബാങ്കിന്റെ പള്ളിയിലേക്ക് വരാൻ പറ്റുക ആണുങ്ങൾക്ക്. ബറക്കത്തുള്ളവര് പള്ളിയിൽ വരും. ബറക്കത്തുള്ളവര് കാതിന് ബറക്കത്തുള്ളവര് ബാങ്ക് കേൾക്കുകയും ചെയ്യും, കേട്ട ബാങ്കിന് പള്ളിയിലേക്ക് വരികയും ചെയ്യും. ഏറ്റവും വലിയ ബറക്കത്ത് തന്നെയാണ്. ലോകത്തെ കേൾക്കുന്ന വചനങ്ങളിൽ ഏറ്റവും മനോഹരമായ വചനമാണല്ലോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എന്തോ ഒരു മനോഹരമായ വചനമാണത്. അമുസ്ലിമീങ്ങളായ ആളുകൾ, ഹൈന്ദവകളായ സഹോദരിമാര് പോലും രാവിലെ എണീച്ചിട്ട് പശുവിന്റെ പാല് കറക്കുന്നത് നമ്മുടെ പള്ളിയിലത്തെ സുബഹി ബാങ്ക് കേട്ടിട്ടാണ്. ഒരു ദിവസം മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാൾ വിഷമം അവർക്കാണ്, ഇന്ന് ബാങ്ക് കേട്ടിട്ടില്ലല്ലോ എന്ന്. വേറെ നാട്ടിൽ ചില കുഴപ്പങ്ങളൊക്കെ നടക്കുന്നുണ്ട് ബാങ്കിന്റെ പേരിൽ, അതെന്തോ ആയിക്കോട്ടെ. എന്നാ ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും നമ്മുടെ സംസ്കാരങ്ങളോടും ഇത്തരം അള്ളാഹുവിന്റെ ശിആറുകളോടും വലിയ ബഹുമാനം കാണിക്കുന്ന അവിശ്വാസികളുണ്ട്. ഇതിലൂടെ ഒന്ന് പോകുമ്പോ, ഏണിയാടിയുടെ പള്ളിയുടെ മക്കാമിലൂടെ പോകുമ്പോ നമ്മളെക്കാളും ബഹുമാനം കാണിക്കുന്ന ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. നമുക്ക് പോലും ആ ബഹുമാനം ഉണ്ടാവില്ല. കൂളായിട്ടായിരിക്കും നമ്മളെ മക്കാമിലേക്ക് കയറി പോവുക. സ്വന്തം പുരക്കൊക്കെ കയറി പോകുന്ന പോലെ ഒരു ബഹുമാനം ഉണ്ടാവൂല. അവിടെ നിന്ന് ഇറങ്ങലോടെ തന്നെ വേണമെങ്കിൽ വീടി കത്തിക്കും ചെയ്യും, ചവച്ച് തുപ്പും ചെയ്യും. മഹാന്മാരെ മുന്നിലാണ്, ഹളറത്തിലാണ്, അവരുടെ ഓരത്താണ്, അവരുടെ സൈഡിൽ ഒരു ബഹുമാനം ഉണ്ടാവൂല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ മശായിഖുമാരുടെ മഖ്ബറകൾ സിയാറത്ത് ചെയ്ത ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ചരിത്രത്തിൽ പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. അവര് ഔലിയാക്കന്മാരുടെ മഖ്ബറകളിലേക്ക് കയറിയാൽ നമ്മളെ പോലെ മഖാമിന്റെ അടുത്ത് പോയി മുട്ടി നിൽക്കൊന്നുമില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? അളാപ്പാന്റെ അടുത്ത് പോയ മാതിരിയാണ്. അടുത്ത് പോയി നമ്മൾ അത്രയും അടുത്ത് നിൽക്കുന്നതിന് വിരോധമൊന്നുമില്ല, നിൽക്കരുതെന്നല്ല ഞാൻ പറയണത്. നിൽക്കുന്നതിൽ ബഹുമാനം വേണം. അള്ളാഹുവിന്റെ മശായിഖുമാരോട്, ഔലിയാക്കന്മാരോട് അദബുണ്ടാകണം, ബഹുമാനമുണ്ടാകണം. അവരന്തി ഉറങ്ങുന്ന സ്ഥലം മുഅ്മിനീങ്ങളെ, അത് ആദരവുള്ളതാണ്, ബഹുമാനമുള്ളതാണ്, മുബാറക്കായതാണ്. അത് ബറക്കത്തുണ്ടായത് കൊണ്ടല്ലേ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ടെൻഷൻ ഉണ്ടായ സമയം, അവിടുത്തെ ഖദീജ ബീവി വഫാത്തായ സമയം, അബ്ദുൽ മുത്തലിബ് വഫാത്തായ സമയം, പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് അവരൊക്കെ വിട പറഞ്ഞ് സങ്കടം ഉണ്ടായി വിഷമിച്ച് നിൽക്കുന്ന നേരത്ത് അല്ലാഹുവിന്റെ റസൂലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിച്ചില്ലേ? സുബ്ഹാനല്ലദീ أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله. എന്താ പറഞ്ഞത്? മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോയി. എന്തിനാണ്? ബാറക്കനാ ഹൗലഹു. അവിടെ പൂർവികരായ പ്രവാചകന്മാരുണ്ട്, ആ കാലഘട്ടത്തിൽ ജീവിച്ചു പോയ സ്വാലിഹീങ്ങളുണ്ട്. അങ്ങനെയുള്ള പുണ്യാത്മാക്കളുള്ള സ്ഥലമാണ് മസ്ജിദുൽ അഖ്സയും പരിസരവും. അതുകൊണ്ട് അവിടെ മുബാറക്കായതാണ് നബിയേ, സിയാറത്ത് ചെയ്യേണ്ടതാണ് നബിയേ. ഇന്ന് ഏണിയാടി എന്നല്ല, കാസർഗോഡ് ജില്ലയിൽ എന്നല്ല, കേരളത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലുള്ള ഔലിയാക്കന്മാർ അന്തിയുറങ്ങുന്ന സ്ഥലമുണ്ടോ, സിയാറത്ത് ചെയ്യൽ പുണ്യകർമ്മമാണ്. വിരോധികൾ, അതിനോട് ശത്രുത വെച്ച് പുലർത്തുന്നവര് അറിയണേ മുഅ്മിനീങ്ങളെ, അവരെന്നും ഇസ്ലാമിന്റെ ശത്രുക്കള് തന്നെയാണ്. വഹാബികൾക്ക് ചെവി കൊടുക്കാൻ പാടില്ല. മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള
മറ്റുള്ളവർക്ക് ചെവി കൊടുക്കാൻ പാടില്ല. നല്ലതാണ് നമ്മൾ കേൾക്കേണ്ടത്. അവര് പറയുന്നത് നല്ലതല്ല, അത് ഇസ്ലാമിന് വിരുദ്ധമാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരല്ലാഹുവിനെ സ്നേഹിച്ചവരല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചവരല്ല. നാട്ടിലുള്ള ഏതെങ്കിലും ഒരു മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അവരൊരാളും അള്ളാനെയും റസൂലിനെയും വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം അവർക്ക് മഹബത്തില്ല, അവർക്ക് റസൂലുള്ളാഹിയോട് ഇഷ്ടമില്ല. പറഞ്ഞു വരട്ടെ, ഇവിടെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുചരന്മാര് ഇയാളടുത്ത് ചെന്ന് നോക്കുന്ന സമയത്ത് നല്ല ഉറക്കിലാണ്. അയാളെ കണ്ടപാട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, രണ്ടിലൊരാൾ പറഞ്ഞു ഇയാൾ ഭയങ്കര ഉറക്കിന്റെ ആളാണ്. ഒരാൾ പറഞ്ഞപ്പോ മറ്റാള് കേട്ടതാണ്. രണ്ടാളും പറഞ്ഞിട്ടില്ല, ഒരാളെ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞപ്പോ മറ്റാള് കേട്ടു. അയാളെ വിളിച്ചു, ഭക്ഷണം റെഡിയാക്കി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചു. ഹബീബായ റസൂലുള്ളാഹി ഇങ്ങോട്ട് നോക്ക്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ ഉണ്ടാവുള്ളൂ. ഇത് മാത്രമേ ആഗ്രഹിക്കണ്ടുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ലോകത്തെ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ വഫാത്തിന്റെ ഘട്ടത്തിൽ പോലും സ്വഹാബത്ത് ആഗ്രഹിച്ചത് ഒന്നെനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം, സലാം പറയണം, മറ്റൊന്നുമല്ല. അവരുടെ ജീവിതത്തിൽ ആകെ ഉണ്ടായിട്ടുള്ളത് സ്വർഗം നേടാൻ. എന്തിന്? പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതിന് മുമ്പ് വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കിയതിന്റെ പേരിൽ ഹബീബായ നബി തങ്ങൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ജീവിതം ഉണ്ട് എങ്കിൽ അന്ന് ഹബീബിനെ ചേർത്തു പിടിക്കുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗം കൊടുത്തിട്ടുണ്ട്. അവർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പറഞ്ഞിട്ടില്ല. എന്തേ പറഞ്ഞുള്ളൂ? നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിയാൽ അന്ന് ഞങ്ങൾ മുഹമ്മദ് നബിയെ ചേർത്തു പിടിക്കും എന്ന് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് വേദഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയവർക്ക് സ്വർഗം കൊടുത്തു, റസൂലുള്ളാഹിനെ സ്നേഹിച്ചതിന്റെ പേരിൽ. അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട. എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം തീരാൻ ഇർതകബതു അലൽ ഖതാ غير حصر وعدد لك أشكو فيه يا سيدي خير النبي جل حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി അങ്ങയോടന്യായം യാ സയ്യിദി ഖൈറൻ നബി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ما في قلبي غير الله نور محمد صلى الله لا إله إلا الله ലോകം കണ്ട ഏറ്റവും വലിയ കിരാതമർദ്ദനമാണ് ഖുബൈബ് തങ്ങളെ തൻഈമിന്റെ മണ്ണിൽ വെച്ച് ഏറ്റുവാങ്ങിയത്. ആയിരക്കണക്കിന് ശത്രു സമൂഹം അവരെല്ലാവരും മാർപ്പ് വിളിച്ചുകൊണ്ട് സന്തോഷത്തോടെ തുള്ളിച്ചാടി ആനന്ദ നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഖുബൈബ് ഏത് നിമിഷവും തൂക്കിലേറ്റപ്പെടുകയാണ്. അവിടെ നിന്നതാ മരത്തിലേക്ക് ഖുബൈബ് തങ്ങൾ അടുത്തു വരുമ്പോ രണ്ട് ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അല്ലാഹുവിനോട്
സങ്കടം പറഞ്ഞു. പടച്ചോനെ, രണ്ട് കാര്യങ്ങളിൽ വിഷമമുണ്ട് അല്ലാ. ഒന്ന്, ഞാൻ ഈ തൂക്ക കയറിൽ ഇങ്ങനെ കിടന്ന് പിടയുന്ന നേരത്ത് ഒരു സെക്കൻഡ് പോലും ഖിബലയുടെ ഭാഗത്ത് നിന്ന് എന്റെ മുഖം തിരിഞ്ഞു പോകരുത് റബ്ബേ. ഖിബലയുടെ ഭാഗത്ത് നിന്ന് ഒരു സെക്കൻഡ് പോലും എന്റെ മുഖം തിരിയാൻ പാടില്ല അല്ലാ. നീ എന്നെ സംരക്ഷിക്കണേ അല്ലാ. ഹുബൈബ് തങ്ങളെ ദുആ ചെയ്തു. പ്രാർത്ഥനയാണ് ആയുധമെന്ന് ഈ ഉമ്മത്തിന് ഹുബൈബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഹുബൈബ് തങ്ങളെ ദുആ ചെയ്തത് വിട പറയുന്ന നേരത്ത് ഞാനിങ്ങനെ മരണാസന്നനായിട്ട് ഇങ്ങനെ തൂക്ക കയറിൽ ഇങ്ങനെ വേദന കൊണ്ട് പൊളയുന്ന നേരത്ത് ഒരു ഇഞ്ച് പോലും ഒരു സെക്കൻഡ് പോലും എന്റെ മുഖം ഖിബലയുടെ ഭാഗത്ത് നിന്ന് തിരിയാതെ നീ കാക്കണേ അല്ലാ. ആകെ അഞ്ചു നേരം അല്ലാഹുവിന്റെ ഖിബലയുടെ ഭാഗത്തേക്ക് വന്ന് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത 15-ന്റെയും 20-ന്റെയും 25-ന്റെയും 30-ന്റെയും ചെറുപ്പക്കാര് പൊരയില് വളർന്നു വരുന്ന നമ്മുടെ നാടുകളില് അവിടെന്നതാ മരണം മുന്നിൽ കണ്ട് കയറിങ്ങനെ പിടിച്ചു നിൽക്കുന്ന നേരത്തു പോലും സ്വഹാബത്ത് പറഞ്ഞത്, പടച്ചോനെ, മരിച്ചു വീഴുന്ന നേരത്തു പോലും എന്റെ മുഖം ഖിബലയിൽ നിന്ന് തെറ്റിക്കൂടാ അല്ലാ. ആഗ്രഹം ഖിബലയാണ്, അവസാനത്തെ നോട്ടം അവിടത്തേക്കാണ്, തിരിയേണ്ടത് അങ്ങോട്ടേക്കാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി ഇങ്ങനെ ദുആ ചെയ്തപ്പോ മുശ്രിക്കീങ്ങളായ ആളുകൾ മരിച്ചു പോയതിനു ശേഷം ഹുബൈബ് തങ്ങളെ മുഖത്തെ ഖിബലയുടെ ഭാഗത്ത് നിന്ന് തെറ്റിച്ച് കിടത്തിയപ്പോഴും ഇല്ല അല്ലാഹു ആ മുഖത്തെ ഖിബലയുടെ നേരെ ദിശയിലേക്ക് അവിടെ കൊണ്ടുവന്നു. പ്രാർത്ഥന അല്ലാഹു, ഹുബൈബ് തങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. രണ്ടാമത്തെ സങ്കടവും പ്രാർത്ഥനയും എന്തായിരുന്നു? വിട പറയുകയാണല്ലോ അല്ലാ. ഇനിവിടെ കാണാൻ അവസാനമായി ആഗ്രഹമുള്ളത് ഭാര്യയാണോ, മക്കളെയാണോ, മറ്റു കുടുംബങ്ങളെയാണോ? അല്ല. അവസാനമായി എനിക്കൊരു ആഗ്രഹവും കൂടിയുണ്ട്. പടച്ചോനെ, ഈ കൂടി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാൾ പോലും മുസ്ലിമായിട്ടില്ലാതെ പോയല്ലോ അല്ലാ. അങ്ങനെ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് രക്ഷപ്പെടാം എന്നാണോ? അല്ലെങ്കിൽ അയാൾ എന്നെ രക്ഷപ്പെടുത്തിയേനെ എന്നാണോ? അല്ല. ഒരാളെങ്കിലും ഇവിടെ മുസ്ലിമായിട്ടുണ്ട് എങ്കിൽ എന്റെ ഹബീബിനൊരു സലാം അവസാനമായി എനിക്ക് പറഞ്ഞയക്കാമായിരുന്നല്ലോ അല്ലാ. ബഹുമാനപ്പെട്ട ഹുബൈബ് തങ്ങൾ അവിടുന്നതാ ആ സ്വഹാബിയായ മനുഷ്യന് തൂക്കകയറിൽ ഏറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന നേരത്ത് അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ, പറയാനൊരു മുസ്ലിം പോലും ഇല്ലാത്ത ഈ ഇടത്തിൽ വെച്ചിട്ട് എന്റെ മരണം നടക്കുമ്പോ എന്റെ സലാം റസൂലുള്ളാഹിക്ക് എത്തിക്കണേ അല്ലാ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും മഹബത്തുണ്ട് എങ്കിൽ തീർച്ചയാണ് അവൻ ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ കഴിയും. അത് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് മദീനയെയാണോ, റൗള ഷരീഫിനെയാണോ? എത്ര ദരിദ്രനായാലും എത്ര പാവപ്പെട്ടവളായാലും കയ്യിൽ അവിടത്തേക്ക് പോകാൻ മാത്രമുള്ള ഒരു തരത്തിലുള്ള ക്യാഷും നിങ്ങളുടെ കയ്യിലില്ല എങ്കിലും ദുആഇന് മുടക്കം വരുത്തല്ലേ, ദുആഇന് മുടക്കം വരുത്തല്ലേ, പ്രാർത്ഥനക്ക് മുടക്കം വരുത്തല്ലേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കാതിരിക്കൂല.
കഴിഞ്ഞ 1-2 വർഷത്തിനിടയിൽ ഈ വിനീതന്റെ കൂടെ ഉംറക്ക് വേണ്ടിയിട്ട് വന്ന ഒരു ഉമ്മ അവിടെ നിന്നതാ ജീവിതത്തിൽ വളരെയേറെ ദരിദ്രയായിട്ട് ജീവിച്ച ഉമ്മയാണ്. ഏതെങ്കിലും പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക്, ഏതെങ്കിലും ആളുകളുടെ വീടുകളിലേക്ക് രാവിലെയും വൈകുന്നേരവുമായിട്ട് ജോലിക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ചെറിയ സംഖ്യ വെച്ചിട്ട്, ശമ്പളം വെച്ചിട്ട്, എടുത്തു വെച്ചിട്ട് അവരിതാ എന്നും അല്ലാഹുവിന്റെ റസൂലിനെ ഓർത്തിട്ട് ദുആ ചെയ്യുമായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് കഅബ കാണണം, മക്ക കാണണം, മദീന കാണണം, റസൂലുള്ളാഹിനോട് സലാം പറയണം. മുഅ്മിനീങ്ങളെ, അവിടെ നിന്നതാ ഈ ഉമ്മാക്ക് അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുന്നു. ഭർത്താവില്ല, മക്കളില്ല, ആകെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു കുടില്. ആ കുടിലിൽ നിന്ന് എല്ലാ ദിവസവും ജോലിക്ക് പോയി കിട്ടുന്ന പൈസ എടുത്തു വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അങ്ങോട്ട് വിളിച്ചു. ഒരു ഉംറ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഉംറക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് ഉമ്മാക്ക് അസുഖം വന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെ നിന്ന് മറ്റുള്ള ഉംറകൾ നിർവഹിക്കാൻ പറ്റിയില്ല. അവിടുത്തെ അമാലുകൾ കഴിഞ്ഞ്, ദിവസങ്ങൾ കഴിഞ്ഞ് പരിശുദ്ധമായ മദീനയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പവിത്രമായ ഭൂമിയിൽ മദീനയിൽ ചെന്നിറങ്ങുകയാണ്. അവിടുന്ന് ദുആ ചെയ്യുകയാണ്. പനി കൂടി വരുന്നു, അസുഖം കൂടി വരുന്നു. അവിടുന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ഞങ്ങൾക്ക് അവിടെയുള്ള ദിവസങ്ങൾ കഴിഞ്ഞപ്പോ നാട്ടിലേക്ക് വരൽ നിർബന്ധമായതുകൊണ്ട് കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരനെ അവരെ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. പ്രാർത്ഥനകളായി, ദുആകളായി. പക്ഷെ അള്ളാന്റെ വിധി മറ്റൊന്നാണ്. ആ ഉമ്മ അവിടെ വെച്ച് മരണപ്പെട്ടു. കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് മയ്യത്ത് കൊണ്ടുവന്നിട്ട് ജനാസ നിസ്കാരം റൗദാ ശരീഫിന്റെ പരിസരത്ത് വെച്ച് നിസ്കരിച്ചിട്ട് അവിടെ നിന്നതാ എങ്ങോട്ടാണ് കൊണ്ടുപോയി മറവ് ചെയ്യേണ്ടതെന്ന് നോക്കുമ്പോ ആ ജനാസന്റെ അരികിൽ വെച്ചിരിക്കുന്ന പേപ്പറിൽ വന്ന എഴുത്ത്, ഇത് ജന്നത്തുൽ ബഖീയിലേക്കുള്ള മയ്യിത്താണ്. ഏൽപ്പിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇത് മലബാരിയാണല്ലോ, ഇത് ഇന്ത്യക്കാരിയാണല്ലോ, ഇത് ഉഹദിലല്ലേ കൊണ്ടുപോയിട്ട് മറവ് ചെയ്യേണ്ടത്. ഇവിടെ മദീനക്കാർക്ക് മാത്രമല്ലേ ജന്നത്തുൽ ബഖീയിൽ ഇപ്പൊ മറവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ചർച്ചാ വിഷയം വന്നപ്പോ നോക്കിയിട്ട് ഇവിടെ ആരാണോ ആ പേപ്പർ എഴുതി കൊടുത്തത് ആ ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്നു. അവൻ പറഞ്ഞു, വല്ലാഹി വല്ലാഹി വല്ലാഹി, ഇല്ല, ഞാനതിൽ എഴുതിയിരിക്കുന്നത് ഇത് മലബാരിയാണ് എന്നാണ്, ഇത് പുറത്തേക്കുള്ള മയ്യത്താണ് എന്നാണ്, ഞാനറിയില്ല, ഞാൻ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു. അവസാനം ആ എഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രിയപ്പെട്ട ഉമ്മാന ജീവിതത്തിൽ ആരോരുമില്ലാത്ത ഉമ്മ, ഒരു ഭർത്താവിന്റെ സുഖമറിയാതെ പോയ, മക്കളുടെ സമാധാനവും ആശ്വാസവും കിട്ടാതെ പോയ ആ ഉമ്മ ആഗ്രഹിച്ചത് മക്കയും മദീനയും റസൂലുള്ളാഹിയുമാണ്. കിടക്കുന്നത് ജന്നത്തുൽ ബഖീയിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ദുആ നമ്മളെ മനമുരുകിയിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹു അത് തട്ടിക്കളയുകയില്ല. കാരണം ഇത് റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടതാണ്. ഹബീബായ നബി തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും അല്ലാഹു മറുപടി കൊടുക്കും, ഇജാബത്ത് നൽകും. അതുകൊണ്ട് ധൈര്യസമേതം സ്വലാത്ത് ചൊല്ലണേ. അല്ലാഹു ഈ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിച്ചു തരട്ടെ. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവിടുന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറെ ഇഷ്ടം വെച്ച ഹുബൈബ് തങ്ങള് അവസാനമായി പറഞ്ഞത്, പടച്ചോനെ, എന്റെ സലാം അല്ലാഹുവിന്റെ റസൂലിലേക്ക്, എന്റെ ഹബീബിന്റെ അരികിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മദീനത്തെ പള്ളിയിൽ ഹബീബായ നബി തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോ വഹി ഇറങ്ങുന്നത് പോലെ നബി തങ്ങളുടെ മുഖം വിവർണമായി, ഹബീബായ നബി തങ്ങളുടെ മുഖഭാവം മാറിപ്പോയി. അവിടുന്ന് സലാം മടക്കുന്നുണ്ട്, വഅലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഹുബൈബ് തൻഈമിന്റെ മണ്ണിൽ വെച്ച് മരണപ്പെട്ടിരിക്കുകയാണ് സ്വഹാബ. ശത്രുക്കൾ കൊന്നിരിക്കുകയാണ് സ്വഹാബ. ഹുബൈബ് അവിടെ നിന്ന് പറഞ്ഞയച്ച സലാം ജിബ്രീൽ അലൈഹിസ്സലാം എന്നിലേക്ക് എത്തിച്ചതാണ് സ്വഹാബ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ടാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയും. എന്ത് വേണം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ആദരവുണ്ടാകണം, ബഹുമാനം ഉണ്ടാകണം. മഹത്തുക്കളുടെ അടുത്തേക്ക് പോകുമ്പോൾ അതിന്റെ ബഹുമാനം ഉണ്ടാകണം. ആ മര്യാദയോടുകൂടെ അദബോടുകൂടെ അവിടെ കയറിയിട്ട് സാവകാശം പ്രാർത്ഥനയായാലും ഖുർആൻ ഓതുന്നതായാലും അവിടെ കളിച്ചിരിയോ തമാശയോ മറ്റു വർത്തമാനങ്ങളോ ഒന്നുമില്ലാതെ തീർത്തും വളരെയേറെ ആദരവോടുകൂടെ തന്നെ നമ്മളത് നിർവഹിക്കപ്പെടേണ്ടതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. സഹോദരിമാരായാലും അവിടെ പോകുന്ന നേരത്തെ അതിന്റെ മര്യാദകൾ നമ്മൾ കീപ്പ് ചെയ്യണം. ആ ബഹുമാനം ഇല്ല എങ്കിൽ പിന്നീട് ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. ബഹുമാനമാണ് പ്രധാനമായും വേണ്ടത്, അദബാണ് കാര്യമായിട്ടും വേണ്ടത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിമാർ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, രണ്ടിലൊരാൾ പറഞ്ഞു ഇയാൾ ഭയങ്കര വർക്കിന്റെ ആളാണല്ലോ എന്ന്. ഒരാൾ കേട്ടതേ ഉള്ളൂ. ഫുഡൊക്കെ റെഡിയാക്കി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചു. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഇവരൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലുള്ള കറി എടുക്കാൻ വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു കൈ നീട്ടിയപ്പോ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കറിയുടെ ആവശ്യമില്ല, നിങ്ങൾക്ക് കറിയുടെ ആവശ്യമില്ല. നിങ്ങളുടെ വായയിൽ പല്ലിൽ ഞാൻ മാംസം കാണുന്നുണ്ട് സ്വഹാബ, ഇറച്ചി കഷ്ണം ഞാൻ കാണുന്നുണ്ട്, നിങ്ങളുടെ വായിലുണ്ട്. രണ്ടുപേരോടും പറഞ്ഞു. ഉടനെ അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങളതിനെ മാംസം കടിച്ചിട്ടില്ലല്ലോ നബിയെ, ഭക്ഷണം കടിക്കാൻ തുടങ്ങുന്നല്ലേ ഉള്ളൂ. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നേരത്തെ നിങ്ങൾ ആരെ പറ്റിയാണോ പറഞ്ഞത്, ഒരാള് പറഞ്ഞപ്പോ മറ്റാളത് കേൾക്കുകയും ചെയ്തുവല്ലോ. കുറ്റത്തിൽ രണ്ടാളും ഒരുപോലെയാണ്. അതുകൊണ്ട് സ്വഹാബത്തെ അയാളെ പറ്റി പറഞ്ഞത് അതവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അത് കാരണം നിങ്ങളുടെ വായയിൽ ഞാൻ അയാളുടെ മാംസം കാണുന്നുണ്ട് സ്വഹാബ. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും കരഞ്ഞു, നബിയെ മാപ്പ് ചെയ്യണം നബിയെ, പൊരുത്തപ്പെടണം നബിയെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ആരെ പറ്റിയാണോ നിങ്ങൾ പറഞ്ഞത് അവരോട് ചെന്ന് മാപ്പ് ചോദിക്കണേ സ്വഹാബ. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഇവിടെ ഉണ്ടായത്? ഒരാള് പറഞ്ഞപ്പോ മറ്റാള് കേട്ടു. പറഞ്ഞാളും കേട്ട ആളും കുറ്റത്തിൽ ഒരുപോലെയാണെന്ന് പഠിപ്പിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ എല്ലാം കേൾക്കാൻ നിൽക്കരുത്. കേൾക്കേണ്ടത് മാത്രമേ നമ്മൾ കേൾക്കാൻ പാടുള്ളൂ. തിന്മകളിലേക്ക് ചെവി കൊടുക്കരുത്. അള്ളാഹു വെറുക്കുന്ന വർത്തമാനങ്ങളിലേക്ക് നമ്മൾ ചെവി കൊടുക്കരുത്. എവിടെ നോക്കിയാലും ഇന്ന് സോഷ്യൽ മീഡിയ സജീവമാണ്. യൂട്യൂബ് തുറന്ന ഇഷ്ടം പോലെ പ്രഭാഷകന്മാരുടെ വിഷയങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. ഇസ്ലാമിനെ പറ്റി തന്നെ മുസ്ലിമീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ തന്നെ പല ഭിന്നാഭിപ്രായക്കാരായ പലരും അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ സുന്നികളെ കൂട്ടത്തിൽപ്പെട്ടവരുണ്ട്, സുന്നികളല്ലാത്ത വഹാബികളായ ആളുകളുണ്ട്. ഇതിനപ്പുറം ഒരു എക്സ് മുസ്ലിം തുടങ്ങിയിട്ടുണ്ട്, അതിനപ്പുറം വേറെ ചില വിഭാഗക്കാർ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും അല്ലാത്ത പലതരത്തിലുള്ള ആളുകൾ. എല്ലാവർക്കും വേണ്ടത് ഇസ്ലാമിന്റെ ചോറാണ്, മുസ്ലിമീങ്ങളുടെ ചോറാണ്. അത് നല്ലോണം ഇപ്പൊ യൂട്യൂബിൽ ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പരമാവധി എന്ത് ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ട്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചിട്ട് ജീവിക്കാം. എല്ലാവരും യൂട്യൂബ് തുറന്നാൽ ജീവിക്കുന്നത് മുസ്ലിമീങ്ങളിലൂടെയാണ്, ഇസ്ലാമിലൂടെയാണ്. എക്സ് മുസ്ലിം ആയാലും അല്ലാത്ത വർഗമായാലും മുസ്ലിമീങ്ങളെ പറ്റി പറയാണ്ട് ഒരു ഉറുപ്പ്യ യൂട്യൂബിൽ നിന്ന് മേടിക്കാൻ കഴിയില്ല.
അത് തന്നെ വലിയ തൗഫീഖാണ്. ആയിക്കോട്ടെ, നമ്മളെ പറഞ്ഞിട്ട് കിട്ടുന്ന ഫുഡല്ലേ, കഴിച്ചോട്ടെ. അങ്ങനെയാണല്ലോ ഇന്ന് എല്ലാവരും. എന്നിട്ട് നമ്മളെ പോലത്തെ വിഡ്ഢികളായ പലരും പറയുന്നത് ഞാൻ എല്ലാം കേൾക്കാറുണ്ട്, ഹുസൈൻ സലഫിന്റെ കേൾക്കാറുണ്ട്, അതേപോലെ മുജാഹിദ് ബാലുശ്ശേരി കേൾക്കാറുണ്ട്, അല്ലേ, കേൾക്കാറുണ്ട്. പിന്നെ ഒരു സിറാജുദ്ദീൻ ബാലുശ്ശേരി കേൾക്കാറുണ്ട്. ഇപ്പൊ ചില തരികിടക്കാരായ വഹാബികളായ ആളുകളെ ഷാളിട്ടിട്ടും തലേക്കെട്ട് കെട്ടി നമ്മളെക്കാട്ടിയും അടിപൊളിയായിട്ടൊക്കെ പറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് സുന്നികളായ ആളുകൾ ഇത് സ്റ്റാറ്റസ് വെക്കുമല്ലോ എന്ന് കരുതിയിട്ട് വിവരമില്ലാത്ത ആളുകളെ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് നല്ല കണ്ടന്റ് ആണ്, നല്ല പോയിന്റ് ആണ്, നല്ല എന്താണ് കുടുംബത്തിനൊക്കെ അറിയേണ്ടതാണ് ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ബിദ്അകളായ ആളുകളുടെ വീഡിയോസുകൾ കൊണ്ടുവന്നിട്ട് സുന്നികളായ നമ്മളാണ് പലർക്കും പലയിടങ്ങളിലേക്കും ഷെയർ ചെയ്തിട്ട് റീച്ച് ചെയ്ത് കൊടുക്കുന്നത്. വഹാബികൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്നവർ സുന്നികളായ നമ്മൾ. നോക്കണം നിങ്ങൾ, ഇത് കേൾക്കണം എന്നാ പറയണത്. കേൾക്കരുത്, അത് കേൾക്കരുത് എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. നല്ലതല്ല പറയണത്. കാരണം എന്ത്? റസൂലുള്ളാഹിനെ സ്നേഹിച്ച ഒരാളും വഴി തെറ്റിയിട്ടില്ല. റസൂലുള്ളാഹിനെ സ്നേഹിച്ച ഒരാളും ഹിദായത്തിൽ നിന്ന് പോയിട്ടില്ല. ഖുർആനിനെ മാത്രം സ്നേഹിച്ചു വരുന്നവർ വഴി തെറ്റുകയും ചെയ്യും, വഴി നന്മയിലേക്ക് നീങ്ങുകയും ചെയ്യും. യുദുല്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. ഖുർആൻ കൊണ്ട് ഒരുപാട് ആളുകൾ നന്മയിലേക്ക് വരികയും ചെയ്യും, വഴിപിഴക്കുകയും ചെയ്യും. ഈ പുത്തനാശയക്കാർ വഹാബികൾ ആദ്യം തന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തെങ്കിലും വിഷയം പറഞ്ഞാൽ ഇതിന് തെളിവ് എവിടെ ഉണ്ടോ? തെളിവുണ്ടോ? എവിടെ? ഖുർആനിൽ തെളിവുണ്ടോ? അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു വഴിക്ക് അവർക്ക് ഇഷ്ടമുള്ള സ്വഹാബത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലേ, നിങ്ങളെ മശ്റയിൽ ഹബീബായ നബി തങ്ങളെ സാമീപ്യവും അവരുടെ കരുതലും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വഹാബത്തെ, മുഅ്മിനീങ്ങളെ, എന്റെ അബൂബക്കറിനെ സ്നേഹിക്കാത്തവർക്ക് ഞാൻ ഹൗദുൽ കൗസർ കുടിപ്പിക്കൂല. എന്റെ ഉമറിനെ സ്നേഹിക്കാത്തവർക്ക് ഞാൻ ഹൗദുൽ കൗസർ കുടിപ്പിക്കൂല. സ്നേഹാണ് വേണ്ടത്. ഈ സ്നേഹിക്കാത്ത വർഗാണ് തറാബീന്റെ സമയത്ത് 8 റക്അത്ത് കൊണ്ടുവരുന്നത്. സ്നേഹമില്ല. അവർക്ക് തെളിവ് കിട്ടിയാൽ മതി. മഹബത്തൊരു വിഷയമല്ല, ഇഷ്ടം, മര്യാദ, അതൊന്നും അവരുടെ വിഷയമല്ല. നിങ്ങൾ നോക്കിയാട്ടെ, ഹജ്ജിന് ഈ വർഗം പോകുന്നില്ലേ, ഉംറയ്ക്ക് ഈ വർഗം പോകുന്നില്ലേ? എന്നിട്ട് ഹജ്ജ് ഉംറയൊക്കെ ചെയ്തിട്ട് പുണ്യമായ മദീനയിലേക്ക് സിയാറത്തിന് പോകുന്നുണ്ടോ? പഠിപ്പിച്ച ഉസ്താദിനെ വേണ്ട, എന്നാ പഠിപ്പിച്ച അമലൊക്കെ വേണം. തവാഫ് ചെയ്യാനും സഈ ചെയ്യാനും എവിടുന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, അതേപോലെ തന്നെ എങ്ങനെ എറിയണം, അല്ലേ, മിനയിൽ രാപ്പാർക്കുന്നതിനെ പറ്റിയും അതേ എല്ലാം അറഫയിൽ നിൽക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ എങ്ങനെയാണ് എന്നുള്ള അതിന്റെ മര്യാദകൾ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചെടുത്ത ഉസ്താദിനെ വേണ്ട. പിന്നെ ആരെ വേണ്ടുള്ളൂ? ഈ അമലുകളൊക്കെ വേണം. അങ്ങനെ ഒരു കൂട്ടർ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പൊ ആ വിഭാഗത്തിന്റെ നമ്മൾ കേൾക്കാൻ ഇതൊക്കെ സ്റ്റാറ്റസ് വെക്കുന്ന വർഗമുണ്ടെന്ന്. സുന്നികളായ നമ്മളാണ് പുത്തനാശയക്കാരന്റെ സ്റ്റാറ്റസ് വെക്കുന്നത്. ഓന്റെ നല്ല പോയിന്റ് കിട്ടുന്നെന്ന് പറഞ്ഞിട്ട് ആർക്കോ കുത്താൻ വേണ്ടി, നന്മക്ക് വേണ്ടിയിട്ടൊന്നല്ല. ഈ പോയിന്റ് കൊണ്ട് ഇത് ഇവന്റെ കോണ്ടാക്ട്സിലുള്ള ആരെങ്കിലും ഇത് എന്തായാലും ഡെയിലി കാണുന്നവരുണ്ടാവും. അപ്പൊ കാണുന്നവരെ നോക്കുമല്ലോ. ആ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന ആളുകൾക്കൊക്കെ കൊള്ളുന്നതാണ് എന്ന് തോന്നിയാൽ ആ വീഡിയോസ് വേഗം ചെയ്യും, സ്റ്റാറ്റസ് ആക്കി വെക്കും. അതിനി മുജാഹിദിന്റെ ആയാലും കുഴപ്പമില്ല, ജമാഅത്തിന്റെ ആയാലും കുഴപ്പമില്ല, ആരുടെ ആയാലും കുഴപ്പമില്ല. എന്തിനാ നമ്മൾ അവർക്ക് ഓളം വെച്ചു കൊടുക്കുന്നത്, ഏണി വെച്ചു കൊടുക്കുന്നത്? എന്തിനാ? ചെയ്യരുത്. എല്ലാം കേൾക്കണം എന്നല്ല, കേട്ടിട്ട് അതിൽ നിന്ന് നല്ലതാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ മുജ്തഹിദിന്റെ ഇമാമികളാണോ? നമ്മൾ ഏതെങ്കിലും മുജ്തഹിദിന്റെ ഇമാമികളാണോ? അതിനുള്ള പവറൊക്കെ നമുക്കുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ കേൾക്കണേ, അവരിൽ നിന്ന് ദീന് പഠിക്കണേ, അതുവഴി ഇസ്ലാമിനെ മനസ്സിലാക്കണേ. വഹാബിസത്തിലേക്ക് പോയാൽ പിന്നെ അത് യുക്തിവാദത്തിലേക്കാണ്.
പിന്നെ നിരീശ്വരവാദത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇസ്ലാമിനെ മുഴുവനും തകർക്കുന്ന രൂപത്തിലാണ് വരുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ടാണ് കേരളക്കര കണ്ട മഹത്തുക്കളായ പണ്ഡിതന്മാരായ ആളുകള് ഇന്നലകളിൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ചില വ്യായാമത്തിന്റെ പേര് പറഞ്ഞിട്ട്, അല്ലെ ചില വ്യായാമത്തിന്റെ എക്സസൈസിന്റെ പേര് പറഞ്ഞിട്ട് നമ്മുടെ കുടുംബത്തെ വശീകരിക്കാൻ വേണ്ടി വരുന്ന വർഗത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പണ്ഡിത സമൂഹം ഉണർത്തിയപ്പോ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചാനലുകളിൽ വരുന്ന ചില വിഭാഗങ്ങളുണ്ട്. ചെവി കൊടുക്കരുത്. നമ്മള് ദീനിനെ പറ്റി നമ്മൾ പഠിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. അതിനെ നമ്മൾ കേട്ടിട്ട് മറ്റുള്ളവരിലേക്ക് നല്ലത് ഷെയർ ചെയ്യാൻ നമുക്ക് കഴിയണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. പറഞ്ഞുകൊണ്ട് വരുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ പഠിപ്പിച്ചു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ, കേൾവിയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കുടുംബത്തെ ഫിത്ന പറയുന്നത് കേട്ടു നിൽക്കരുത്. വീട്ടിലൊരു ഫിത്ന പറച്ചില് വേണ്ട. പെണ്ണുങ്ങള് ഉമ്മയും അതേപോലെ തന്നെ മക്കളും കൂട്ടിയിട്ട് മറ്റുള്ളവരെ പറ്റിയിട്ട് വേണ്ടാത്ത ചർച്ചകൾ നടക്കുമ്പോ പിതാവാകുന്ന നിങ്ങൾ തിരുത്തി കൊടുക്കണേ. ഒരാളെ പറ്റിയിട്ടും വീട്ടിൽ ചർച്ച വേണ്ട. നല്ലത് മാത്രം ചർച്ചകളായിട്ട് വരട്ടെ. ഫിത്നകൾക്ക് കാതു കൊടുക്കുന്നവരാകരുത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമതായിട്ട് ദുആ ചെയ്തത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ വ അബ്സാരിനാ, ഞങ്ങളുടെ കണ്ണിന് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, കാഴ്ചക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. കാഴ്ചക്കുള്ള ബറക്കത്ത് എന്താണ്? നല്ലത് കാണാനുള്ള ബറക്കത്ത്. കാഴ്ച നിലനിൽക്കുക. ഇന്ന് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടുകയാണല്ലോ. ചെറിയ പിഞ്ചു പൈതലുകൾ പോലും ഒരു വീട്ടിലേക്ക് ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോയപ്പോ ആ വീട്ടിലുള്ള 5 വയസ്സ് കഴിഞ്ഞ് 6 വയസ്സിലേക്ക് എത്തിയിരിക്കുന്ന കുഞ്ഞിന്റെ കയ്യും പിടിച്ചിട്ട്, എന്തോരു ഭംഗിയുള്ള മോനാണ്. ആ കുഞ്ഞിന്റെ കയ്യും പിടിച്ചിട്ട് പിതാവ് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത്, ഉസ്താദേ ദുആ ചെയ്യണേ, പോകുന്ന വേദികളിൽ ദുആ ചെയ്യണേ. ഈ കുഞ്ഞിന്റെ കാഴ്ചശക്തി ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. കാഴ്ച ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് നിങ്ങളെ ദുആ ചെയ്യണേ. ആ കുഞ്ഞുമോനെ മദ്രസയിൽ പഠിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കാഴ്ചക്ക് പ്രോബ്ലം വന്നു. പിന്നെ ഇതാ കാഴ്ച ശക്തി ഇങ്ങനെ കുറഞ്ഞു വന്നു. 1-2 വർഷം കഴിഞ്ഞപ്പോ വീണ്ടും മറ്റൊരു ആവശ്യത്തിന് ആ വീട്ടിലേക്ക് പോകേണ്ടി വന്നപ്പോ അവിടെ നിന്ന് അറിയാൻ സാധിച്ചത്, ആ കുഞ്ഞിനെ ഉപ്പ കയ്യിൽ പിടിച്ച് താങ്ങി പിടിച്ചിട്ടാണ് കൊണ്ടുവന്നത്, എടുത്തു വെച്ചിട്ടാ കൊണ്ടുവന്നത്. എന്നിട്ട് മടിയിൽ കിടത്തിയിട്ട് കൂടെ അവിടെ ഉണ്ടായിരുന്ന തങ്ങളോട് പറഞ്ഞത്, തങ്ങളെ 2 വർഷം മുമ്പ് കാഴ്ച ശക്തി കുറഞ്ഞു വന്ന്, കാഴ്ച ശക്തി ഇങ്ങനെ കുറഞ്ഞു വന്ന് ഇപ്പോഴിതാ കേൾവിയില്ല, കൈകാലുകൾക്ക് ചലനമില്ല, നടുവിന്റെ താഴോട്ട് അനക്കമില്ല ഉസ്താദ്, ചലനമില്ലാത്ത അവസ്ഥയിലാണ്. ഡോക്ടർമാരെ പല നിലക്കും പരിശോധിച്ചു നോക്കി. ഇല്ല, ഈ അസുഖത്തിന് എനിക്ക് കൃത്യമായ രീതിയിലുള്ള മരുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഒരു വീട്ടിലെ അവസ്ഥയാ ഞാൻ ഈ പറയണത്. ദുആ അല്ലാതെ മറ്റെവിടെയാ നമുക്ക് രക്ഷയുള്ളത്? മറ്റെന്താ നമുക്ക് രക്ഷപ്പെടാനുള്ളത്? ഓരോ വീടുകളിൽ ക്യാൻസർ രോഗികൾ കൂടി വരികയാണ്. അത് കുഞ്ഞുമക്കളിലടക്കം ഇന്ന്. അതേപോലെ തന്നെ വൃക്കകൾ തകരാറിലാവുകയാണ്. കിഡ്നി രോഗികൾ വർദ്ധിച്ചു വരികയാണ്. ഇന്നലെ മംഗലാപുരത്തിന്റെ ഒരു വഴിയിലായിരുന്നൊരു ഭാഗത്തായിരുന്നു പ്രഭാഷണം.
അവിടെ നിന്ന് വയല് കഴിഞ്ഞപ്പോ ഒരു ഉസ്താദ് കൈപിടിച്ചിട്ട് ആ ഉസ്താദിന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, 32 വയസ്സായ പൊന്നുമോള്, എന്റെ പൊന്നുമോളുടെ 2 കിഡ്നിയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 3 വയസ്സുള്ള ഒരു കുഞ്ഞും 1.5 വയസ്സുള്ള ഒരു കുഞ്ഞും ആ മോൾക്കുണ്ട്. അവളിപ്പോ വല്ലാത്തൊരു അവസ്ഥയിലാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയുന്നില്ല. എവിടെന്നേലും കിഡ്നി എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചു വെക്കാമെന്ന് പറഞ്ഞാൽ അതിനും ഇപ്പൊ വല്ലാത്തൊരു ഡിമാൻഡാണല്ലോ. പോകുന്ന വേദികളിൽ ദുആ ചെയ്യണേ. ഞാൻ ഇങ്ങനെ ഓർത്തു പോവാണ്, എല്ലാ വീടുകളിലും ഇത്തരം പ്രശ്നങ്ങളല്ലേ. ഭക്ഷണം കഴിക്കുന്നതിനേക്കാളേറെ മരുന്ന് ഉപയോഗിക്കുന്ന കുടുംബക്കാരായി നമ്മൾ മാറാണ്. ഭക്ഷണം കഴിക്കുന്നതിനേക്കാളേറെ മരുന്നിനെ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന കാലത്താണ് നമ്മളുള്ളത്. 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കയ്യിൽ ഒരു പൊന്നുമോളെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ 6 വയസ്സുള്ള കുഞ്ഞുമോളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് പിതാവ് പറയുന്നത്, ഉസ്താദേ, ജീവിതത്തിൽ ഞങ്ങളുടെ വീട്ടിൽ സമാധാനമില്ല. 6 വയസ്സുള്ള മോളായത് ഓരോ ദിവസവും 1000 രൂപയുടെ ഇഞ്ചക്ഷൻ വെക്കണം. ഈ കുഞ്ഞുമോളെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ 1000 രൂപയുടെ ഇഞ്ചക്ഷൻ. എന്തിനാണ്? ഷുഗർ വല്ലാതെ ഹൈ ആയിട്ടിരിക്കുകയാണ്. വല്ലാത്ത ഹൈ ഷുഗറാണ് ഉസ്താദെ, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. വയസ്സന്മാരായ ആളുകൾക്ക് വല്ലാതെ ഷുഗർ ഉണ്ടാകാറുണ്ടല്ലോ. അതിനേക്കാളേറെ വലിയ പവറിലായി കുഞ്ഞുമോൾക്കുള്ളത്. നോർമലാക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും 1000 രൂപയുടെ ഇഞ്ചക്ഷനാ വെക്കേണ്ടി വരുന്നത്. ദുആയല്ലാതെ വേറെ മാർഗമില്ല. എവിടെയും നമുക്ക് നോക്കിയാൽ ഇതുപോലെയുള്ള കഥകളല്ലേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള അവയവങ്ങളിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള മനോഹരമായ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതുപോലെ വലിയ പരീക്ഷണങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, വലിയ പരീക്ഷണങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹബീബായ നബി തങ്ങൾ നമുക്ക് ദുആ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. തഅവ്വദൂ ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് കാവലിനെ തേടണേ. മിൻ ജഹ്ദിൽ ബലാഇ വദറകിസ് ശഖാഇ വസൂഇൽ ഖദാഇ വശമാതത്തിൽ അഅദാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഈ കാര്യങ്ങളെ തൊട്ട്, മിൻ ജഹദിൽ ബലാഇ വദറകിസ് ശഖാഇ വസൂഇൽ ഖദാഇ വശമാതത്തിൽ അഅദാ, 4 കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ എപ്പോഴും അല്ലാഹുവിനോട് കാവലിനെ തേടണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാവലിനെ തേടുക. ദുആ നമ്മൾ എത്ര വേണ്ടാന്ന് വെച്ചാലും മരിക്കുന്നതിന് മുമ്പ് 1 മിനിറ്റെങ്കിലും ദുആഇനെ ആഗ്രഹിക്കാതെ ഒരു മനുഷ്യനും ഇവിടുന്ന് മരിച്ചു പോകില്ല എന്നാണ്. നമ്മൾ എത്ര ദുആഇനെ വേണ്ടാന്ന് വെച്ചാലും, നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ദുആരക്കാൻ നമുക്ക് നേരമുണ്ടോ? കുറച്ചു നേരം ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യാൻ നേരമുണ്ടോ? ജമാഅത്തിന്റെ കൂട്ടത്തിൽ ചേർന്നാൽ മൊബൈൽ നോക്കിയിട്ട് അതിലേക്ക് മെസ്സേജ് വന്നിട്ടില്ല എങ്കിൽ, കോള് വന്നിട്ടില്ല എങ്കിൽ കുറച്ചേരം അവിടെ ഇരിക്കും. ഇനി എങ്ങാനും ആ സലാം വീട്ടിൽ ഉടനെ തന്നെ ഫോൺ വരികയാണ്, അല്ലെങ്കിൽ മെസ്സേജ് കണ്ടിട്ടുണ്ട് എങ്കിൽ പിന്നെ മറ്റൊന്നും നോക്കാനില്ല, വേഗം എണീച്ച് പോകലിന്നെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആരക്കാൻ നമുക്ക് നേരമുണ്ടോ? ഇല്ല. ഒരു വെള്ളിയാഴ്ച പോലും ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് കൊടുക്കുന്ന സ്വഭാവം നമുക്കില്ല. മറിച്ച് നമുക്ക് എപ്പോഴാണ് ദുആഇന്റെ ബോധം വരുന്നത്? നമ്മുടെ ആരോഗ്യം തകരണം, എന്തെങ്കിലും അസുഖം വരണം, എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് വരണം, കല്യാണം ശരിയാകുന്നില്ല, ഒരുപാട് നോക്കി റെഡിയാകുന്നില്ല. അപ്പോഴാ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് പറയണത്, തങ്ങന്മാരോട് പറയാൻ തുടങ്ങി, അതുവരെ നല്ലൊരു ബന്ധത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്തിട്ടില്ല, ഇനി കല്യാണം കഴിഞ്ഞു, മക്കളാകുന്നില്ല, നല്ല സന്താനങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതുവരെ ദുആ ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ ആ ദുആ ഒന്നും നിർവഹിച്ചിട്ടില്ല.
ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രം അല്ലാഹനെ വിളിക്കാം. വൈദാ മസ്സൽ ഇൻസാന ദുർറുൻ ദഅ റബ്ബഹു മുനീബ. പ്രയാസങ്ങൾ വരുമ്പോൾ അല്ലാഹനെ വിളിക്കാം, അല്ലേ? അള്ളാന്റെ സഹായം എന്നും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്തു വേണം? എല്ലാ സമയത്തും അള്ളാനെ ഓർത്തുകൊണ്ടേയിരിക്കണം. പടച്ചോന്റെ സഹായം വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് അവനെ വിളിച്ച് ദുആ ചെയ്യുന്ന ഒരാളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെയാക്കൂല, പ്രയാസപ്പെടുത്തൂല. ലോകമേറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത്, ലോകമേറ്റവും കൂടുതൽ വിഷമിച്ചത്, ലോകമേറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടത് ഫലസ്തീനിലുള്ള മക്കൾക്ക് വേണ്ടിയല്ലേ? ഫലസ്തീനിലുള്ള മക്കൾക്ക് വേണ്ടിയല്ലേ? ആ മക്കളുടെ കണ്ണീര് കണ്ടപ്പോ, ആ മക്കളുടെ ദുസ്സഹകരമായ ജീവിതം കണ്ടപ്പോ, ആ മക്കൾ അനുഭവിക്കുന്ന യാതനകളും വേദനകളും കഷ്ടപ്പാടുകളും പട്ടിണിയും കണ്ടപ്പോ കരയാത്ത കണ്ണുകൾ ഉണ്ടായിട്ടില്ല. സ്റ്റാറ്റസ് പോലും നമ്മൾ അവരെ ഓർത്തുകൊണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. പോസ്റ്ററുകളായി, അവരുടെ വീഡിയോസുകളായി അവരെ ഓർത്തുകൊണ്ട് പലയിടങ്ങളിലും ദുആ നടത്തിയിട്ടുണ്ട്, മജ്ലിസുകൾ നടത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മക്കള് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അല്ലാഹുവിലുള്ള വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അവരുടെ സർവ്വതും നഷ്ടപ്പെട്ടു പോയി, താമസിക്കുന്ന ഭവനം നഷ്ടപ്പെട്ടു പോയി, അതേപോലെ തന്നെ അവർക്ക് വരുമാന മാർഗമായിട്ടുള്ള പലതും നഷ്ടപ്പെട്ടു പോയി. എന്തിനേറെ പറയണം, രാത്രികാലങ്ങളിൽ കൂടെ കിടക്കുന്ന ഉമ്മയോ ഉപ്പയോ രാവിലെ എണീക്കുമ്പോ കാണാനില്ല, അവരറിയാനില്ല, എവിടെയാണെന്ന് പോലുമില്ല. അവരുടെ ജഡം പോലും കിട്ടാത്ത അവസ്ഥയിലാണ്. ബോംബുകൾക്കിടയിൽ പെട്ടുകൊണ്ട്, ആ ബോംബുകളിൽ പെട്ട് ചിന്നിച്ചിതറ കിടക്കുന്ന ശരീരങ്ങളായിട്ട് സുബ്ഹാനല്ലാഹ് ഗസയിലുള്ള മക്കളുടെ അവസ്ഥകൾ നമ്മൾ അറിഞ്ഞതാണല്ലോ, കണ്ടതാണല്ലോ വീഡിയോസിലൂടെ, അതേപോലെ തന്നെ മീഡിയകളിലൂടെ. എന്താ അവിടെ ഉണ്ടായിട്ടുള്ളത്? ഓരോ രാത്രിയിലും അവരെന്തുമാത്രം ഭയത്തിലും പേടിയിലുമാണ് കഴിച്ചുകൂടിയിരുന്നത്. ഓരോ പകലും എന്തുമാത്രം പേടിയിലാണ് അവരെ തള്ളി നീക്കിയിരുന്നത്. ഇസ്രായേലി കാബാലികന്മാരുടെ, കള്ളപ്പട്ടാളക്കാരുടെ വെടിയുണ്ടകൾക്ക് മുന്നിൽ അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് ധൈര്യസമേതം അവരെ ഓടിക്കുന്ന, ധൈര്യസമേതം അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് ഓടിക്കുന്ന പിഞ്ചു ബാലികയെ പോലും ഈ ഉമ്മത്ത് പരിചയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, നമുക്ക് അവരുടെ അവസ്ഥകൾ അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ, സുബ്ഹാനല്ലാഹ് എന്തോ ഒരു പരീക്ഷണമാണ് അവർ നേരിട്ടത്. ഒന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയോ ഇല്ല, അവർക്ക് കടന്നുറങ്ങാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയോ ഇല്ല, അവർക്ക് ഉറങ്ങാൻ എവിടെയെങ്കിലും ഒരിടം കിട്ടിയോ ഇല്ല. പലായനം ചെയ്യുകയല്ലേ, പലായനം ചെയ്യുകയല്ലേ. ഒരു കുഞ്ഞിന്റെ കാല് മുറിഞ്ഞിട്ട് കാലിന്റെ ഭാഗത്ത് നിന്ന് രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടാണ് ആ കുഞ്ഞ് നാട് വിടുന്നത്. ഉമ്മാന്റെ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ മരുഭൂമിയിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഒരു ക്യാമറാമാൻ വന്നിട്ട് ആ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന്. അറിയില്ല, അറിയില്ല, എങ്ങോട്ടാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അങ്ങനെയുള്ള കുഞ്ഞുമക്കള് സുബ്ഹാനല്ലാഹ് മരുഭൂമിയിൽ ഇങ്ങനെ ചിരിച്ച് കിടക്കുന്ന ഒരു കുഞ്ഞ്, 14-ാം രാവിന്റെ ചന്ദ്രനെ പോലെ ഇങ്ങനെ ചിരിച്ച് കിടക്കുന്ന ഒരു കുഞ്ഞിന്, ആ കുഞ്ഞിന്റെ മുഖത്തെ സൂം ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോ ക്യാമറാമാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട് വീഡിയോയില്. ആ കുഞ്ഞിങ്ങനെ മരുഭൂമിയിൽ ഇങ്ങനെ ചിരിച്ച് കിടക്കാണ്. അടുത്തെത്തിയിട്ട് ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും കാണിക്കാമെന്നുള്ള രീതിയിൽ ക്യാമറ മുഖത്തിന്റെ പിറകോട്ട് തിരിച്ചപ്പോ, തലയുടെ പിറകുഭാഗം കണ്ടപ്പോ ആ കുഞ്ഞിന്റെ പിറകുവശം, തലയുടെ പിറകുവശം അവിടെ കാണാനില്ല. അത് ചിതറി തെറിച്ചു പോയിരിക്കുകയാണ്. ആ ബോംബേറിൽ അവിടെ അള്ളാനെ ഓർത്തുകൊണ്ട് ചിരിച്ചു കിടക്കുന്ന കുഞ്ഞു പൈതലിനെയാണ് ഗസയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്.
ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ വകയില്ലാതെ റോഡ് സൈഡുകളിൽ കാണുന്ന പുല്ലുകൾ പറിച്ചു കൊണ്ടുവന്നിട്ട് ആ വൈക്കോൽ പുല്ലുകൾ ചീനച്ചട്ടിയിലിട്ട് വറുത്തെടുത്തിട്ട് അതിങ്ങനെ പൊരിഞ്ഞു വന്നപ്പോ എടുത്ത് കഴിക്കുന്ന കുഞ്ഞു മക്കളെയാണ് നമ്മൾക്ക് കാണാൻ പറ്റിയത്. രാത്രിയിൽ കുടുംബത്തിന്റെ കൂടെ കിടന്നുറങ്ങുമ്പോ രാവിലെ എങ്ങനെയാണ് എവിടെയാണെന്ന് പോലും അറിയാത്ത മക്കളല്ലേ അവിടെ നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ പരീക്ഷണം പച്ചയായ നിലക്ക് തീഷ്ണമായ നിലക്ക് ഏറ്റുവാങ്ങിയ 2022, 23, 24 ഈ വർഷങ്ങൾക്കിടയിൽ അനുഭവിച്ച നമ്മുടെ ഫലസ്തീനിലെ മക്കള് 2025 അങ്ങ് കടന്നപ്പോ ലോക രാജ്യങ്ങളിൽ ഒന്നാമത്തെ രാജ്യമെന്ന് വിശേഷിപ്പിച്ച എല്ലാ കൊള്ളരുതായ്മകൾക്കും, എല്ലാ തമ്മാടിത്തരങ്ങൾക്കും, എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഇസ്രായേലിയർക്ക് എല്ലാ തമ്മാടിത്തരങ്ങൾക്കും സഹായം ചെയ്തു കൊടുക്കുന്ന അമേരിക്കയുടെ കാലിഫോർണിയയിലുള്ള അവസ്ഥ ഈ 2025 പടച്ച റബ്ബ് നമുക്ക് കാണിച്ചു തന്നില്ലേ? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽകി തുഅതിൽ മുൽക മൻ തശാഅ വതൻസിഉൽ മുൽക മിമ്മൻ തശാഅ വതുഇസ്സു മൻ തശാഅ വതുദില്ലു മൻ തശാഅ. എല്ലാം അല്ലാഹുവിന്റെ കരങ്ങളിലാണ്, അവന്റെ കയ്യിലാണ്. എത്ര വലിയ കിരാത മർദ്ദനങ്ങൾ അഴിച്ചു വിട്ടാലും ഒരു നാൾ പിടിക്കേണ്ട സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടിക്കും. അതിൽ ലോകത്തെ എത്ര വലിയ അക്രമിയായാലും, എത്ര വലിയ അക്രമിയായി ജീവിച്ചവനായാലും, എത്ര വലിയ പവറിൽ ജീവിച്ചവനായാലും, അല്ലാഹുവിന്റെ ഭൂമിയിൽ കരുണയോടെ കാണേണ്ടുന്നവരോട് കാരുണ്യത്തിന്റെ നോട്ടം നോക്കാതെ വരുമ്പോ അവിടെ അല്ലാഹുവിന്റെ കാരുണ്യം എടുത്തു കളയും. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായാലും ആ പരീക്ഷണങ്ങളെ അതിജയിക്കാൻ വേണ്ടിയിട്ട് ഉമ്മത്തിനോട് ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാ. അല്ലാഹുവേ, പരീക്ഷണങ്ങളുടെ കെടുതിയിൽ നിന്ന്, ക്ലേശങ്ങളിൽ നിന്ന് നീ എന്നെ കാക്കണേ അല്ലാഹ്. ഓരോരോ പരീക്ഷണങ്ങള് ഒന്ന് കഴിയുമ്പോ മറ്റൊന്ന്. അല്ലേ, നിങ്ങൾ നോക്കണേ, ഉമ്മ മരിച്ചിട്ട് 40 ദിവസമായിട്ടില്ല. അപ്പോഴേക്കും ഭാര്യക്കൊരു വയറുവേദന എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. കുടലിന് ക്യാൻസറാണ്. സുബ്ഹാനല്ലാഹ്. ആ ചികിത്സ നടക്കുമ്പോഴാണ് പൊന്നുമോന് ബൈക്ക് എടുത്തിട്ട് വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടു പോകുന്നത്. നടുവിന്റെ ഭാഗം തകർന്നു പോകുന്നു. വീട്ടിലിങ്ങനെ ഓരോരോ പരീക്ഷണങ്ങൾ അടിക്കടി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ ഒന്നിനുമേൽ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. പടച്ച റബ്ബിന്റെ ഈ പരീക്ഷണം നിങ്ങളെ ബാധിക്കാതിരിക്കാൻ, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഹബീബായ നബി തങ്ങളെ പഠിപ്പിച്ചു. ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാ. പരീക്ഷണങ്ങളുടെ ക്ലേശങ്ങളിൽ നിന്ന്, കെടുതിയിൽ നിന്നും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. പരാജയത്തിന്റെ പടുകുടിയിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ലാഹ്. നോക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിലെല്ലാം ഇന്ന് സമാധാനം നഷ്ടപ്പെടുകയാണ്. കുഞ്ഞുമക്കൾക്ക് വലിയ വലിയ അസുഖം വരികയാണ്. ക്യാൻസർ പോലെയുള്ള അസുഖം, കിഡ്നി ഫെയിലർ ആകുന്ന അസുഖം, അതുപോലെ തന്നെ പല നിലക്കും പറയാൻ പറ്റുന്നതും പേര് പോലും പറയാൻ പറ്റാത്ത തരത്തിലുള്ള മാരകമായ അസുഖങ്ങള് പ്രസവിച്ചു വീഴുന്നത് തന്നെ ICUയിലേക്കാണ്. 1 മാസവും 2 മാസവും 6 മാസവും
മാസവും 8 മാസവും ഒക്കെ കുഞ്ഞുമക്കളെ കൊണ്ടുപോയിട്ട് ചോര പൈതലുകള് മുലപ്പാല് കുടിച്ച് വളരേണ്ടുന്ന പ്രായത്തില് ICL 6 മാസവും 8 മാസവും ഒക്കെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടുന്ന അതിദാരുണമായ അവസ്ഥകള് വീട്ടിൽ വരാതിരിക്കാൻ അള്ളാഹുവിനോട് കുടുംബത്തിൽ അതുപോലെയുള്ള പരീക്ഷണങ്ങൾ വരാതിരിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യണേ. പടച്ചോനെ മിൻ ജഹദിൽ ബലാ, അല്ലാഹുവേ പരീക്ഷണങ്ങളുടെ ക്ലേശങ്ങളിൽ നിന്ന് നീ കാക്കണേ അല്ലാ. പരാജയത്തിന്റെ പടുകുടിയിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് മക്കൾക്ക് ഒരുപാട് വിവാഹാലോചന വരുന്നുണ്ട്, റെഡിയാകുന്നില്ല, ഒന്നും റെഡിയാകുന്നില്ല. ചിലതൊക്കെ ഒത്തു വരുന്നുണ്ട് 90%. നാളെ റെഡിയാകുമെന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് നാളെ രാവിലെ അറിയാവുന്നത് അവർക്ക് ഇഷ്ടമില്ല, ബന്ധത്തിന് താല്പര്യമില്ല എന്ന്. അമ്മക്കൾക്കായാലും പെമ്മക്കൾക്കായാലും ഇങ്ങനെ ഒരുപാട് നല്ല നല്ല ആലോചനകളൊക്കെ നോക്കി പോകുന്നുണ്ട്, സക്സസ് ആകുന്നില്ല. ഒരു കച്ചവടം തുടങ്ങി, എന്നിട്ട് ആ കച്ചവടത്തിൽ എങ്ങനെയെങ്കിലും കരകയറാമെന്ന് കരുതി, പക്ഷേ റെഡിയാകുന്നില്ല, സക്സസ് ആകുന്നില്ല. എപ്പോഴും വിഷമം തന്നെയാണ്. നാട്ടിൽ നിന്ന് വിദേശത്ത് പോയി അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് വിദേശത്തേക്ക് വന്നത്. കടത്തിന് മേൽ കടം വന്നിങ്ങനെ കൂടുക എന്നല്ലാതെ ഒരു ജീവിതത്തിന്റെ, ഒരു സമാധാനത്തിന്റെ, ഐശ്വര്യത്തിന്റെ, ബറക്കത്തിന്റെ ഒരു മേഖലയും കിട്ടാത്തതുപോലെ തൊട്ടതെല്ലാം പരാജയത്തിലേക്കാണ്. നോക്കുന്ന കച്ചവടമെല്ലാം പരാജയമാണ്, എടുത്തു വെക്കുന്ന കച്ചവടമെല്ലാം പരാജയമാണ്. ഒന്നും റെഡിയാകുന്നില്ല. അള്ളാഹിനോട് ദുആ ചെയ്തോളൂ. ഹോസ്പിറ്റലിൽ പോയി പരിശോധിക്കുന്നുണ്ട്. ഭാര്യക്കും കുഴപ്പമില്ല, ഭർത്താവിനും കുഴപ്പമില്ല, പക്ഷേ സന്താന സൗഭാഗ്യമില്ല. എല്ലാ ടെസ്റ്റും ഇങ്ങനെ നഷ്ടത്തെ ദുർവിധി വരാതിരിക്കാൻ എത്രയോ ഉപ്പമാരുമ്മമാര് ഇന്ന് മക്കള് വളർന്നു വരുന്നതിന്റെ പേരില് മോനിപ്പ 16 വയസ്സാണ്, 18 വയസ്സാണ്. സുബ്ഹാനല്ലാഹ്, ആ പൊന്നുമോനെ തേടിയിട്ട് പോലീസ് മുറ്റത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്, വീട്ടിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവൻ മയക്കുമരുന്നിനടിമയാണ്, അവൻ മയക്കുമരുന്നിന്റെ ഏജന്റാണ്, അതിന്റെ വിൽപ്പനക്കാരനാണ്. ഓരോ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകൾക്ക് വേണ്ടുന്ന വിധം മയക്കുമരുന്ന്, കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ഈ പൊന്നുമോനെ തേടിയിട്ട് പോലീസ് വീട്ടിലേക്ക് വരികയാണ്. ഉപ്പാക്ക് സമാധാനമില്ല, മക്കളുണ്ടായിട്ട് ജീവിതത്തിൽ സ്വസ്ഥതയില്ല. അല്ലാഹുവേ ദുർവിധിയെ തൊട്ട് നീ കാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോ ഒരു പിതാവിന്റെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുവായിരുന്നു. അടുത്ത് വന്നു, സലാം പറഞ്ഞു. മുഖത്ത് വല്ലാത്ത വിഷമമുള്ളതുപോലെ ഞാൻ ചോദിച്ചു, വല്ലാത്ത വിഷമമുണ്ടല്ലോ, സങ്കടമുണ്ടല്ലോ. എങ്ങനെ ഉസ്താദ് നിങ്ങൾക്ക് എന്റെ വിഷമം മനസ്സിലായത്? നിങ്ങളുടെ മുഖത്തൊരു സന്തോഷവും ഇല്ലല്ലോ, വല്ലാത്തൊരു ദുഃഖം ഉള്ളതുപോലെ ഉണ്ടല്ലോ. അപ്പോഴാണ് അവരെ പറയുന്നത്, ഉസ്താദേ എന്ത് ചെയ്യാനാണ്, ഞാൻ 10, 30, 35, 40 വർഷത്തിനടുത്ത് ഗൾഫിൽ അധ്വാനിച്ച് വിയർപ്പൊലിപ്പിച്ചുണ്ടാക്കി എന്റെ വീട്, ഇന്നിപ്പോ ആ വീടിന് ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ്. ഗൾഫ് ക്യാൻസൽ ചെയ്ത് വന്നിട്ട് ഈ മനുഷ്യന് കുറച്ച് കൊല്ലമായി. ഇപ്പോ വീടിന് ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ്. എന്റെ ഉപ്പയാണോ ലോൺ എടുത്തതല്ല, വീട്ടിലുള്ള 3 ആൺമക്കളുണ്ട്. ആ ആൺമക്കളെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തൻ അവന്റെ കച്ചവടത്തിന് വേണ്ടിയിട്ട് വീട് ലോൺ വെച്ചു. ഉപ്പ ചോദിച്ചപ്പോ കൊടുക്കുകയും ചെയ്തോ. ഇപ്പൊ പൈസ അടക്കാതെ വന്നപ്പോ ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ്. ഉസ്താദേ, ഈ മക്കളെ കൊണ്ടൊരു സമാധാനമില്ല. അല്ലാ,
ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വീട്ടിൽ കടക്കാൻ പോലും ഒരു യോഗമില്ലാത്ത ഉപ്പയായി മാറിയിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഇത് വെച്ചിട്ട് ഞാൻ പറയട്ടെ, ചെറുപ്പക്കാർ ഒരുപാട് ആളുകൾ ഇത് നോക്കുന്നുണ്ടല്ലോ. പൊന്നുമോനെ, മരിക്കുന്നത് വരെ നിന്റെ ഉപ്പാനെ നീ ചേർത്ത് പിടിക്കണം. ആ ഉപ്പാന്റെ വിഷമം അറിയണം, ഉപ്പാന്റെ സ്ഥിതിഗതികൾ അറിയണം, അവരെ വളർത്തിയ വേദനകളും ദുഃഖങ്ങളും അവരനുഭവിച്ച സങ്കടങ്ങളും വിഷമങ്ങളും ടെൻഷനുകളും നീ അറിയണം. എന്നിട്ട് ഇപ്പൊ ഉപ്പാക്ക് നീ ഒരു താങ്ങായി മാറണം. ഒരു മയക്കുമരുന്നിന്റെയും ഒരു കള്ളുകുടിയന്റെയും കൂട്ടുകാരനായി ചീത്തപ്പേരുണ്ടാക്കുന്നവനായിട്ട് നീ മാറരുത്. ഏതെങ്കിലും കോളേജുകളിലോ സ്കൂളുകളിലോ ഉറൂസിന്റെ വേദികളിലോ കല്യാണ വേളകളിലോ ചെന്നിട്ട് കാമുകന്റെ ഹൃദയം കൈമാറുന്ന മോളായി നീ മാറരുത് മോളെ. അവിടെ നിന്റെ ഉപ്പാനെ ഓർക്കണം, ഉമ്മാനെ ഓർമ്മിക്കണം, അവരെ നീ ചേർത്ത് പിടിക്കണം, അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കണം, അവരുടെ വിഷമങ്ങൾ അറിയണം. കൂട്ടത്തിൽ ഉപ്പാനെ ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്തേന്നറിയോ? 2, 3, 4 ഒക്കെ വീട്ടിൽ അധ്വാനിക്കുന്ന, പൈസ ഉണ്ടാക്കുന്ന, പണിയെടുക്കുന്ന ഗൾഫുകാരായ ആ മക്കൾ ഉണ്ടായിട്ട് പോലും ചില സമയത്ത് വീട്ടിലേക്ക് ചില്ലറ സാധനങ്ങളൊക്കെ പുരയിലേക്ക് കൊണ്ടുവരുന്നത് ഉപ്പ കടം വാങ്ങിയിട്ടാണ്. നോക്കണം നിങ്ങള്, ഉപ്പാന്റെ കീശയിൽ പൈസ ഇല്ല. ഉപ്പാക്കൊരു ദിവസത്തെ ചെലവിന് എന്തെങ്കിലും ആവശ്യമായി വരുമ്പോ ഒരു 10 റുപ്യ ദാനം ചെയ്യാൻ പള്ളിയിൽ നിന്ന് ഒരു സാധുവായ ഉസ്താദ് വന്നപ്പോ ഒന്നാം മുസല്ലയിൽ ഇട്ട് കൊടുക്കാൻ ഉപ്പാന്റെ കീശയിൽ പൈസ ഇല്ല. അത് മക്കള് അറിഞ്ഞു കൊടുത്തിട്ടുമില്ല. നോക്കണം നിങ്ങള്, ഇന്ന് വീട്ടിൽ നിങ്ങളുടെ മക്കളെ ചെലവിൽ കഴിയുന്ന ഉപ്പാര് എന്തെങ്കിലും ഒരു പൈസക്ക് ആവശ്യമായി വരുമ്പോ മക്കളോട് ചോദിക്കും, ഒരു 1000 റുപ്യ എടുക്കാനുണ്ടാവോ, ഒരു 2000 റുപ്യന്റെ ആവശ്യം ഉണ്ടായി, മക്കളെടുത്ത് നിന്ന് കിട്ടുമോ? ഉമ്മാനോട് ചോദിക്കുകയാണ്, യാചിക്കുകയാണ് ഉപ്പ. നോക്കണേ നിങ്ങള്. അല്ലെങ്കിൽ ചിലപ്പോ കറന്റ് ബില്ല് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഒരു 1800 രൂപ, ഒരു 3400 രൂപ, 600 രൂപ കറണ്ട് ബില്ല്. അപ്പൊ ഒരു 4000-ഓ 2000-ഓ കയ്യിലേക്ക് കിട്ടും. ആ കറണ്ട് ബില്ല് അടച്ചിട്ട് കിട്ടുന്ന ബാക്കി 100 രൂപ, 200 രൂപ അത് ഉപ്പാന്റെ പോക്കറ്റിലേക്ക്. ആ കറണ്ട് ബില്ല് വരാൻ വേണ്ടിയിട്ട് ഉപ്പ കാത്തിരിക്കുകയാണ്. നോക്കണേ നിങ്ങള്, വീട്ടിലെന്തെങ്കിലും സാധനത്തിന് വേണ്ടിയിട്ട് മക്കളോ ഉമ്മയോ പൈസ കൊടുത്താൽ അതിൽ നിന്നൊരു 50 രൂപ 100 രൂപ ബാലൻസ് കിട്ടിയാല് ആ ബാലൻസ് കീശയിലിട്ട് നടക്കാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ട പിതാക്കള് പുരയിലുണ്ട്. ഒരു 500 രൂപ ഉപ്പാന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്ന മക്കളില്ല. ഒരു 1000 രൂപ ഉപ്പ കയ്യിൽ വെച്ചോളൂ, ഉപ്പത് കീശയിൽ വെച്ചോളൂ, വേണ്ടാന്ന് പറഞ്ഞാലും ഒന്ന് കയ്യിൽ പിടിപ്പിക്കുന്ന മക്കളില്ല. ആ ഉപ്പാന്റെ അവസ്ഥ അറിയുന്ന മക്കളില്ല. പൊന്നുമോനെ, ഓരോ രാത്രിയിലും ഓരോ പകലിലും മക്കളെ വളർത്താനല്ലേ ഈ പ്രായം വരെ അധ്വാനിച്ചിട്ടുള്ളത്. പാടത്ത് പോയി പണിയെടുത്തിട്ടുണ്ട്, പറമ്പിൽ പോയി ജോലി ചെയ്തിട്ടുണ്ട്, തെങ്ങിന്റെ ചുറ്റുഭാഗവും കിളച്ചു മറിച്ചിട്ട് അതുപോലെയുള്ള കൂലിപ്പണിയെടുത്തിട്ട് നിന്നെ തീറ്റിപ്പോറ്റിയിട്ടുണ്ട്, സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു ബൈക്ക് വാങ്ങി തരാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരു വാഹനം വാങ്ങിച്ചു തരാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, നല്ലൊരു മൊബൈൽ നീ കയ്യിൽ പിടിച്ച് നടക്കുന്നത് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു 10 രൂപ അധികം ഉപ്പാന്റെ കീശയിലേക്ക് വന്നാൽ അത് മക്കളുടെ ആവശ്യത്തിന് ചെലവഴിക്കണം എന്ന് മാത്രമാണ് ആ ഉപ്പ ചിന്തിച്ചിട്ടുള്ളത്. ഇന്നിപ്പോ വളർന്നു വലുതായ ഒരു ജോലിയിലൊക്കെ ആയപ്പോ ഉപ്പ ഒരു 1000 രൂപ ചോദിക്കുമ്പോ അങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇപ്പൊ പൈസന്റെ എന്താ ആവശ്യമുള്ളത്? ഉപ്പാക്ക് ഇപ്പൊ പൈസന്റെ ആവശ്യം എന്താണ്? എന്താ ഇപ്പൊ ഉപ്പാക്ക് പൈസന്റെ ആവശ്യം? അത്ര അത്യാവശ്യം എന്താണ്? കണക്ക് ചോദിക്കുന്ന മക്കളാണ് പുരയിൽ വളർന്നു വരുന്നത്. പൊന്നുമോനെ, ആ പിതാവിന്റെ മുഖത്തേക്ക് കാരുണ്യത്തിന്റെ നോട്ടമല്ലാതെ നോക്കാൻ പാടില്ല, സ്നേഹത്തിന്റെ നോട്ടമല്ലാതെ നോക്കാൻ പാടില്ല. വേദനിപ്പിക്കുന്നതോ സങ്കടപ്പെടുത്തുന്നതോ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്നതോ ഒരു നോട്ടം പോലും, നിന്റെ ഒരു നോട്ടം കൊണ്ടുപോലും ഉപ്പാന്റെ മുഖത്തേക്ക് അങ്ങനെ നോക്കാൻ പാടില്ല. ഗൗരവത്തിന്റെ നോട്ടം നോക്കാൻ പാടില്ല, വെറുപ്പ്
വെറുപ്പിക്കുന്ന നോട്ടം നോക്കാൻ പാടില്ല. സ്നേഹത്തിന്റെ മാത്രം നോൽക്കേണ്ടുന്ന നോട്ടമാണ് അത്. ഉപ്പാന്റെ മുഖത്തേക്ക് ഉമ്മാന്റെ മുഖത്തേക്ക് അവിടെ ഒരിക്കലും ദേഷ്യം പിടിക്കാൻ പാടില്ല. അവരെ നിൽക്കുമ്പോ നീരിക്കാൻ പാടില്ല. അവരെ നടക്കുമ്പോ അവരുടെ മുന്നിലൂടെ നടക്കാനോ സഞ്ചരിക്കാനോ പാടില്ല. അവരെടുക്കുന്ന ശബ്ദത്തിനേക്കാളേറെ ഉയർന്ന ശബ്ദത്തിൽ അവരോട് സംസാരിക്കാൻ പാടില്ല. ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നത് ഇസ്ലാമാണ്, അദബാണ്. എന്തിനു വേണ്ടിയാണ്? നീ എപ്പോ ദുആ ചെയ്താലും നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഉപ്പാനെ ചേർത്ത് പിടിക്കണം, ഉമ്മാനെ ചേർത്ത് പിടിക്കണം. ഈ രണ്ട് ബന്ധങ്ങളെ നീ ഏതെല്ലാം സന്ദർഭങ്ങളിൽ കൂട്ടുപിടിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അല്ലാഹു നിന്റെ പ്രാർത്ഥന തള്ളിക്കളയുകയില്ല. ഒരിക്കലും പടച്ചറബ് അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന തള്ളിക്കളയുകയില്ല. അത് ആയുധമാക്കി കൊണ്ട് നടക്കാൻ നമുക്ക് കഴിയണം. ഞാൻ ഓർത്തു പോവുകയാണ്, ഇന്ന് പല വീടുകളിലും ഉപ്പ വരുമ്പോ മക്കൾ അവിടെ ഇരിക്കുകയാണ്, അവര് മൊബൈല് നോക്കിയിരിക്കുകയാണ്. ഒരു ബഹുമാനവും പുരയിൽ ഉപ്പാക്ക് കൊടുക്കുന്നില്ല, ഒരു ബഹുമാനവും പുരയിൽ ഉമ്മാക്ക് കൊടുക്കുന്നില്ല. അറിയണേ എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹവും ആദരവും കുടുംബത്തിൽ ഉപ്പാക്കും ഉമ്മാക്കും കൊടുത്തിട്ടില്ല എങ്കിൽ നിന്റെ ജീവിതം നശിച്ചു മോനെ, നിന്റെ ജീവിതം നശിച്ചു മോളെ, നിന്റെ ജീവിതം പാഴായി പോയി മോനെ മോളെ. അള്ളാന്റെ പരിശുദ്ധമായ ദീനെ പഠിപ്പിക്കുന്നത് അവരെ സ്നേഹിക്കാനും അവരെ ആദരിക്കാനും മാത്രമാണ്. അതുകൊണ്ടൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഒരു പൊന്നുമോനെ പഠിപ്പിച്ചു വളർത്തിയിട്ട് ആ പിതാവ് വളരെയേറെ സ്വപ്നങ്ങളുമായിട്ടൊരു മോനെ വളർത്തിക്കൊണ്ടുവന്നു. മകന് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്തു. അവനിപ്പോ പഠനം കഴിഞ്ഞിട്ട് നല്ലൊരു ജോലിയിലാണ്. ആ ജോലിയിൽ നിന്ന് കിട്ടിയ ശമ്പളം കൊണ്ട്, ആ ജോലിയിൽ നിന്ന് കിട്ടിയ ശമ്പളം കൊണ്ട്, ആദ്യമായി കിട്ടിയ ശമ്പളം കൊണ്ട് ഉമ്മാന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. ഉമ്മ പറഞ്ഞു, മോനെ ഇത് എനിക്കല്ല തരേണ്ടത്, ഉപ്പാന്റെ കയ്യിൽ കൊടുക്കൂ. ഉപ്പാന്റെ കയ്യിൽ ഞാൻ കൊടുക്കൂല, ഉമ്മ കൊടുത്താ മതി എന്ന് പറഞ്ഞു. മോനോട് ഉമ്മ വീണ്ടും പറഞ്ഞു, എന്നെക്കാളും നല്ലത് നീ കൊടുക്കലല്ലേ, നീ സന്തോഷത്തോടെ കൊടുത്താ മതി. ഇല്ല ഉമ്മ, എനിക്ക് കൊടുക്കാനാകൂല എന്ന് പറഞ്ഞു. അവസാനം ഉമ്മ ചോദിച്ചു, മോനെ അതെന്താ ഉപ്പാന്റെ കയ്യിൽ നീ കൊടുക്കാത്തത്? ഇത്ര കാലം നിനക്ക് വേണ്ടി എല്ലാം തന്നതും എല്ലാം സഹിച്ചതും ആ ഉപ്പയല്ലേ, ആ ഉപ്പാന്റെ കയ്യിൽ നിനക്കെന്തേ കൊടുക്കുന്നതിന് മടി? അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ ഉമ്മയോട് പറയുന്നത്, ഇത്ര കാലം എനിക്ക് വേണ്ടിയിട്ട് കാശ് തരുമ്പോ, പണം തരുമ്പോ ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് വാങ്ങുമ്പോ എന്റെ കൈ അടിയിലും ഉപ്പാന്റെ കൈ മുകളിലുമാണല്ലോ. ഞാനിപ്പൊ കിട്ടിയ ശമ്പളം കൊണ്ടുപോയിട്ട് ഉപ്പാന്റെ കയ്യിൽ കൊടുക്കുമ്പോ എന്റെ കൈ മുകളിലും ഉപ്പാന്റെ കൈ അടിയിലുമാകുമല്ലോ ഉമ്മ, അതെനിക്ക് സഹിക്കാനാകൂല ഉമ്മ. എന്റെ ഉപ്പാന്റെ കൈ എപ്പോഴും ഉയർന്നു നിൽക്കണം, അതെപ്പോഴും മുകളിലാകണം. ഞാൻ എന്നും ആദരവോടെ കാണുന്നതാണ് എന്റെ പിതാവിനെ. എന്നാ ചെറുപ്പക്കാരൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എങ്കിൽ ഒരു ഉപ്പാക്ക് വേണ്ടി സേവനം ചെയ്യുന്ന മക്കൾ നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട്? ചിന്തിച്ചു നോക്കണേ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഒന്ന് സ്ഥലം ഉണ്ടെങ്കിൽ, സ്വത്തുണ്ടെങ്കിൽ അതിനെ കച്ചറ കൂടുന്ന മക്കളല്ലേ? എന്തെങ്കിലും ബാക്കിയുണ്ട് എങ്കിൽ അതിനെങ്ങനെ കണക്ക് പറയുന്ന മക്കളല്ലേ? ചേർത്ത് പിടിക്കണേ. പ്രായം ചെന്നവരിവിടെയുണ്ടല്ലോ, അവരോടും കൂടി ഞാൻ പറയട്ടെ, ഉപ്പാനെ കൂട്ട് പിടിക്കണം, ഉമ്മാനെ ചേർത്ത് പിടിക്കണം. ആ ഉപ്പയും ഉമ്മയും മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് ചെന്നിട്ടൊരു സലാം പറയണം. അവരെ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ അല്ലാഹു അവരുടെ ഖബർ ജീവിതം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ, കണ്ണുകൊണ്ടുള്ള ബറക്കത്ത് നല്ലതിനെ കാണണം എന്നുള്ളത്. ആ നല്ലതിനെ കാണുക എന്നുള്ളത് അത് ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുന്ന നല്ല നോട്ടമാകണം മോളെ. എത്രയോ രാത്രികളിൽ ഉറങ്ങുന്ന നേരത്ത് നിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടാണ് ഉമ്മ ഉറങ്ങിയത്. മക്കളാകുന്ന നിങ്ങൾ നല്ലോണം നോക്കിയിട്ടാണ് വളർത്തിയത്. അവർ നോക്കിയത് കൊണ്ടാ, ഉമ്മ നോക്കിയത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ സംസാരിക്കുന്നത്. ഉമ്മ നോക്കിയത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ കണ്ണിന് കാഴ്ചയുള്ളത്. ഉമ്മ നോക്കിയത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ കേൾവി നിലനിൽക്കുന്നത്. ഉമ്മ നോക്കിയത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഡ്രസ്സ് ധരിക്കാൻ പറ്റുന്നത്. എല്ലാം ജീവിതത്തിൽ പഠിപ്പിച്ചത് ഉമ്മയല്ലേ? സംസാരിക്കാൻ
പഠിപ്പിച്ചത് ഉമ്മയല്ലേ? ചിരിക്കാൻ പഠിപ്പിച്ചത് ഉമ്മയല്ലേ? പുഞ്ചിരി പഠിപ്പിച്ചത് ഉമ്മയല്ലേ? ഓടാൻ പഠിപ്പിച്ചത് ഉമ്മയല്ലേ? നടക്കാൻ പഠിപ്പിച്ചത് ഉമ്മയല്ലേ? എണീച്ച് നിൽക്കാൻ പഠിപ്പിച്ചത് ഉമ്മയല്ലേ? പ്രിയപ്പെട്ടവരെ, ഓരോന്നും ആലോചിച്ചു നോക്കണേ. ഇന്ന് ജീവിതത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം കുഞ്ഞു പൈതലകളാകുന്ന ഇന്നലകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉമ്മ പഠിപ്പിച്ചു തന്നതല്ലേ? അതുകൊണ്ട് ആ ഉമ്മാനെ കൂട്ടുപിടിക്കാനും ചേർത്തു പിടിക്കാനും കഴിയണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല, ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള മക്കളെ വല്ലാതെ പരീക്ഷണങ്ങൾ നേരിടുകയാണ് ചില വീടുകളിലുള്ള ഉമ്മമാര്, ഉപ്പമാര്. സുബ്ഹാനല്ലാഹ്, 18-19 വയസ്സ് വരെ തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും എന്നുള്ള രീതിയിൽ ഒരു കഷ്ടപ്പാടും പ്രയാസവും അറിയിക്കാതെ വളർത്തിക്കൊണ്ടുവന്നു. ഇപ്പോഴേതാ മോൾക്ക് പ്രായം 19-20 വയസ്സായിട്ടുണ്ട്. വിവാഹം അന്വേഷിക്കുന്ന നേരത്താണ് അറിയാൻ സാധിച്ചത് അവൾക്ക് മറ്റൊരുവനുമായിട്ട് ബന്ധമുണ്ട് എന്ന്. അന്വേഷിച്ചു നോക്കുമ്പോ കുടുംബത്തിന് ചേർന്ന ബന്ധമല്ല. ഉപ്പാക്ക് ഇഷ്ടപ്പെട്ടില്ല, ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരിക്കലും ഈ കല്യാണം നടക്കൂല എന്ന് വന്നപ്പോ അവനെയും കൂട്ടിയിട്ട് പാതിരാ നേരത്തെ അവളെ നാട് വിടുന്നു, പിടിക്കപ്പെടുന്നു. കൊണ്ടുവന്ന് കോടതി മുറ്റത്ത് നിന്നപ്പോ കോടതി വരാന്തയിൽ വെച്ചിട്ട് ഇന്നലെ വരെ ചെയ്ത തെറ്റുകളെല്ലാം പുറത്തു കൊടുത്തിട്ട്, എന്റെ മോൾ എന്റെ കൂടെ വന്നാൽ നെഞ്ചോടുകൂടെ ചേർത്ത് വെച്ചിട്ട് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് കോടതിയിൽ വെച്ച് പറയുന്നത്, പൊന്നുമക്കള്, എനിക്കെന്റെ കാമുകൻ മതി എന്നല്ലേ, എനിക്കെന്റെ കാമുകൻ മതി എന്നല്ലേ. നോക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിമാനം നഷ്ടപ്പെട്ടു പോവാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണേ നിങ്ങള്, ശ്രദ്ധിക്കണേ നിങ്ങള്, അള്ളാഹുവിനോട് ദുആ ചെയ്യണേ. വസൂഇൽ ഖളാ, അല്ലാഹുവേ ദുർവിധി വരാതെ നീ കാക്കണേ അല്ലാ. വശമാതത്തിൽ അഅദാ, ശത്രുക്കൾ നമ്മുടെ കാര്യത്തിൽ ചിരിക്കുന്നതിനെ തൊട്ട് എത്രയോ ആളുകള് ഉപ്പയുള്ള കാലം, ഉമ്മയുള്ള കാലം, ജ്യേഷ്ഠനും അനുജനും നല്ല ബന്ധത്തിലും സ്നേഹത്തിലുമായിരുന്നു. ആങ്ങളെയും പെങ്ങളും നല്ല സ്നേഹബന്ധത്തിലായിരുന്നു. ഇപ്പോഴിതാ ഉപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി. എന്താ അവസ്ഥ? ജ്യേഷ്ഠനും അനുജനും തമ്മിൽ മിണ്ടാതെ വർഷങ്ങളായി, ആങ്ങളെയും പൊങ്ങളും തമ്മിൽ മിണ്ടാതെ വർഷങ്ങളായി. ഇന്നലെ വരെ ചേർന്ന് നിന്ന് സ്നേഹത്തോടെ ജീവിച്ച കുടുംബത്തിലുള്ള ഒരുപാട് ആളുകള്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നുപ്പാന്റെ തണല് പോയപ്പോ, ഉമ്മ അവിടെ നിന്ന് നീങ്ങിയപ്പോ, ഉമ്മ അവിടെ നിന്ന് മരിച്ചു പോയപ്പോ ബന്ധങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകുന്നൊരു അവസ്ഥ. നാട്ടുകാരിത് കണ്ട് ചിരിക്കാൻ തുടങ്ങി, അയൽവാസികൾ ചിരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മുടെ ബന്ധങ്ങൾ നിലനിൽക്കാം. ഞാൻ ഈ അടുത്ത് ഒരാഴ്ച മുമ്പ് ഒരു സ്ഥലത്ത് പയ്യന്നൂരിന്റെ ഭാഗത്തൊരു വയതിന് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലിയൊരു വീട്, ആ വീട് കാണിച്ചിട്ട് എന്നോട് കൂടെ കൂട്ടിക്കൊണ്ടുപോയ ആൾ എന്നോട് പറയാണ്, ഉസ്താദേ, ഈ വീടിന്റെ കോലം കണ്ടില്ലേ? നമ്മൾ ഇത്ര വലിയ വീട് ഇങ്ങനെ ഒരു വല്ലാതെ നശിക്കുന്ന കോലത്തിനാണല്ലോ, പൂപ്പല് പിടിച്ചിട്ട് പെയിന്റൊക്കെ നഷ്ടപ്പെട്ടിട്ട് ആകെ നശിച്ചു പോകുന്ന രൂപത്തിലുള്ളത്. അതാരും ഇതൊന്നും ശ്രദ്ധിക്കാത്തെന്ന് ചോദിച്ചു. പറഞ്ഞു, ഉപ്പി ഉമ്മയുള്ള നേരത്ത് ആ വീട് നല്ല അടിപൊളിയും നല്ല വൃത്തിയിലും നല്ല രീതിയിലുണ്ടായിരുന്നു. ഉപ്പി ഉമ്മി മരിച്ചപ്പോൾ മക്കള് തമ്മിൽ തെറ്റി. ഇപ്പൊ അത് വിൽക്കാനും പറ്റുന്നില്ല, കൊടുക്കാനും പറ്റുന്നില്ല, അതിനൊരാൾ വൃത്തിയാക്കുന്നുമില്ല, അവിടെ താമസിക്കാൻ ആരും ഇല്ലതാനും. മക്കളൊക്കെ 4 വഴിക്ക് പോയി. കണ്ടവരറിഞ്ഞവരൊക്കെ ചിരിക്കാൻ തുടങ്ങി. കുടുംബത്തിന്റെ അവസ്ഥയായി പറയണത്. അതുകൊണ്ട് എന്നും ദുആ ചെയ്യണം. നാട്ടിൽ നല്ല സ്നേഹത്തോടെ ജീവിച്ചിരുന്ന സംഘമായിട്ട് ഐക്യത്തോടെ കൂടെ ജീവിച്ചിരുന്ന ഒരു വിഭാഗം ഏതോ 1-2 ആള് വന്നിട്ട് അവിടെ വിഭാഗീയതയുണ്ടാക്കി, പ്രശ്നങ്ങളായി. ചിലയിടങ്ങളിൽ നിന്ന് ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കാൻ വേറെ ചില ആളുകൾ. അതുകൊണ്ട് സൂക്ഷിക്കണം നിങ്ങള്, അള്ളാഹിനോട് ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ഒരുപാട് നല്ല പ്രാർത്ഥനകൾ ഉമ്മത്തിനെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്
ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കാൻ വേണ്ടിയാണ്, ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടിയാണ്, ഈമാൻ നിലനിൽക്കാൻ വേണ്ടിയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ എത്തിപ്പെടുന്ന നേരത്ത് നല്ല പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, പടച്ച റബ്ബ് ദുനിയാവിൽ വെച്ച് അടിമകളാകുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ അവൻ ആഗ്രഹിക്കുന്നത് നിസ്കാരത്തിനേക്കാളേറെ, നോമ്പിനേക്കാളേറെ, മറ്റുള്ള ആരാധനകളെക്കാളേറെ അടിമകളിൽ നിന്ന് അല്ലാഹു ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയാണ്. ദ്വാരക്കുന്ന ആളുകളെ പടച്ചോന് ഭയങ്കര ഇഷ്ടമാണ്. ദ്വാരക്കുന്ന ആളുകളെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. നിർത്താൻ വേണ്ടി പോവാണ്. സയ്യിദ് അവർ അവിടെ എത്തി എന്നറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എന്നെ അവരെ വന്ന് കയറുമ്പോ ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്നെല്ലാവരും ഒന്ന് എണീച്ചിട്ട് ഒന്ന് സെറ്റായിട്ട് ഒന്നിരുന്ന്, തങ്ങൾ വരികയല്ലേ, നമ്മൾ അതിന്റെ ഒരു മര്യാദ എണീച്ചിക്കാനല്ല പറഞ്ഞത്, ഒന്ന് സെറ്റായിട്ടൊന്ന് അടുത്തടുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒഴിഞ്ഞ കസേരകളിലേക്ക് ഒന്ന് കയറിയിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒരു പൂച്ച വെറ്റ പോലെ ആകാതെ ഇൻഷാ അല്ലാഹ് ഒരു അദബുണ്ടായിക്കോട്ടെ. അതൊരു ഹുർമത്ത് വേണ്ടേ സദസ്സിന്. എല്ലാവരും ഒന്ന് കയറി നിന്നിട്ട് മാഷാ അല്ലാഹ്. എന്നാലും ചെറുപ്പക്കാരൊക്കെ പലരും പല ഭാഗങ്ങളിൽ നിന്ന് കട്ട് കേൾക്കുന്ന കൂട്ടത്തിൽ നിന്ന് അൽഹംദുലില്ലാഹ് കുറച്ച് ചെറുപ്പക്കാർ ബാക്കിലിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് എനിക്ക് സന്തോഷം തോന്നി. മാഷാ അല്ലാഹ്. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. സദസ്സിൽ വന്നിരിക്കാനുള്ള ഈമാൻ ഈ മക്കള് കാണിച്ചുവല്ലോ. സദസ്സിൽ വന്നിരിക്കാനുള്ള ഈമാൻ അൽഹംദുലില്ലാഹ് ചെറുപ്പക്കാര് കാണിച്ചുവല്ലോ. അല്ലാഹുവേ ഇവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ബൈക്കും സ്കൂട്ടിയും കാറും മറ്റു വാഹനങ്ങളൊക്കെ ഓടിച്ചു പോകുന്നവരായിരിക്കും. അല്ലാഹുവേ അപകടങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ഇവരുള്ള കുടുംബത്തെ അല്ലാഹുവേ നീ എന്നും സന്തോഷത്തിലാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ പരിശുദ്ധമായ ഈ ഉറൂസ് അൽഹംദുലില്ലാഹ് അത് സമാപനത്തിലേക്ക് അടുത്തു വരുമ്പോ നമുക്കറിയാം, നമ്മുടെ ഏണിയാടി എന്ന് പറയുന്നത് പൂർവ്വകാലത്ത് തന്നെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ വെളിച്ചം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നാടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര കാലം അൽഹംദുലില്ലാഹ് മറ്റുള്ള നാടുകളിൽ പോലും ഇതിനേക്കാളും സൗകര്യമുള്ള സംവിധാനമുള്ള നാടുകളിൽ ഇന്ന് ദർസില്ല. ഞാൻ എത്ര സ്ഥലത്ത് പോയിട്ടുണ്ട്. നല്ല സൗകര്യമുള്ള സംവിധാനങ്ങളെല്ലാം നല്ല ഒരുക്കാൻ കഴിവുള്ള കെൽപ്പുള്ള പവറുള്ള നല്ല പൈസക്കാരുള്ള നാട്ടിൽ പോലും എന്തില്ല, ദർസില്ല. ഇവിടെ അൽഹംദുലില്ലാഹ് നിലനിൽക്കുന്നുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.